أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ജംഇന്റെ 30ാമത്തെ ക്ലാസ് വശറത്തു നാസ്ഖി ഖിയാസ് നസ്ഖ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിബന്ധന ഇൻകാന ഖിയാസ് ആണെങ്കിൽ അൻ യകൂന അജ്ല മിന്നു ഖിയാസിനേക്കാൾ അഥവാ മൻസൂഖാക്കപ്പെടുന്ന ഖിയാസിനേക്കാൾ നാസിഖാക്കുന്ന ഖിയാസ് അജ്ലിയാണ് എങ്കിൽ വിഫാഖൽ ലിൽ ഇമാമി ഇമാം റാസിക്ക് യോജിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് വഖിലാഫ ലിൽ ആമിദി ഇമാമിന് എതിരായിട്ടുമാണ് ഫി ഇക്തിഫാഇഹി ബിൽ മസാവി രണ്ടും സമമാവുക സമമായതുകൊണ്ട് മതിയാക്കുന്ന കാര്യത്തിൽ ആണ് ഈ പറയുന്നത്. അവ ഏറ്റവും അജ്ലിയായ ഖിയാസ് ഉണ്ടെങ്കിൽ അതായിരിക്കണം നസ്ഖ് ചെയ്യുന്നതിന്റെ ഷർത്ത്. അപ്പോ ഫലായിഖിൽ അദ്വൻ ഏറ്റവും താന്നതായ ഖിയാസ് കൊണ്ടുള്ള നാസിഖ് പറ്റുമോ? മതിയാവില്ല. ജസ്മൻ അതിലാർക്കും തർക്കമൊന്നുമില്ല. ഇന്തിഫായിൽ മുഖാവമത്തി കടപിടിക്കുക എന്നുള്ളത് ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് താന്നതൊന്ന് മുന്തിയതാകുമ്പോ യോജിച്ചു വരാൻ പ്രയാസമാണല്ലോ. ഒന്ന് കടപിടിക്കണം, ഇല്ല ഇവിടെ. അതുകൊണ്ട് അതിൽ പറ്റുകയില്ല. അദ്വനായ ഖിയാസ് നസ്ഖ് ചെയ്യൂല. പിന്നെ ഒരൽ മസാവിയും പറ്റൂല. നമ്മൾ അജ്ലയാവണമെന്നാണ് ഇമാം റാസിയോട് ചോദിച്ചു പറഞ്ഞത്. അതിന് ആമുദി ഇമാം അവിടെ എന്താണ് ഇക്തിഫാബിൽ മസാവി ആയാൽ മൈന മൂപ്പര്ക്കെതിരായിക്കൊണ്ട് ഇവിടെ വൽ മസാവിയും തന്നെ നസ്ഖ് ചെയ്യാൻ പറ്റൂല. ലിന്തിഫായിൽ മുറാജിഹി രണ്ടും സമമായി നിൽക്കുമ്പോ ഏതാണ് റാജിഹ് ആക്കുന്നത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴോ യജൂസു ജായിസാണല്ലോ അയ്യഖുൽ ആമിദി ഇമാം പറയല് തഅഖറ നസ്ഖു ഖിയാസിന്റെ നസ് പിന്തി മുറജ്ജിഹുൻ റാജിഹാക്കുന്ന ഖിയാസിന്റെ നസ് ഇവിടെ പിന്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇത് ലാ ബുദ്ദ മിൻ തഅഖുരി നസ്ൽ ഖിയാസിൻ നാസിഖി നസ്ഖ് ചെയ്യുന്ന ഖിയാസിന്റെ നസ് പിന്തലിനെ തൊട്ട് കൂടാതെ കഴിയൂല. എന്തിനെ തൊട്ട് പിന്തുക? അൻ നസ്ൽ ഖിയാസിൽ മൻസൂഖ് ബിയായ ഖിയാസ് ഇവിടെ ഉണ്ട്. ആ ഖിയാസിന്റെ നസ്സിനെ തൊട്ട് നസ്ഖ് ചെയ്യുന്ന ഖിയാസിന്റെ നസ് പിന്തണം. അത് കൂടാതെ കഴിയൂല. വ അൻ നസ്ൽ മൻസൂഖ് ബിഹിയുടെ നസ്സിനെ തൊട്ടും എന്ത് വേണം? പിന്തണം. കമാലാ യഖ്ഫ അതിപ്പോ ആർക്കും വ്യക്തമാവാത്തൊന്നല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാവണം. ഇങ്ങനെ പിന്തൽ വന്നതുകൊണ്ട് ആമിദി ഇമാം ഇവിടെ പറയേണ്ടത് മുറജ്ജിഹ്. മൂപ്പര് പറയുന്നത് മസാവി ആയാൽ പറ്റുന്നല്ലേ, മുസാവി സമമായതുകൊണ്ട് പറ്റുമെന്നാണല്ലോ. അപ്പൊ ഇവിടെ മുറജ്ജിഹ് പിന്തി എന്ന് പറയലാണ് മൂപ്പർക്ക് ന്യായം. വയജൂസു നസ്ഖുൽ ഫഹ്വയെ നസ്ഖ് ചെയ്യാൻ പറ്റും. ഫഹ്വ എന്ന് പറഞ്ഞാൽ ഐ മഫ്ഹൂമുൽ മുവാഫഖ മന്ദൂഖിനോട് യോജിച്ചു എന്ന മഫ്ഹൂം ഉണ്ടാവുമല്ലോ. ആ മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യാൻ പറ്റും. ബിഖിസ്മൈഹി മഫ്ഹൂമിന്റെ രണ്ട് ഖിസ്ം അൽ ഊല ആദ്യത്തേതും വൽ മസാവിയായത്. അപ്പൊ അജ്ല മസാവി ഇങ്ങനെ രണ്ട് ഖിസ്ം. ആ രണ്ട് ഖിസ്മോടുകൂടിയുള്ള മഫ്ഹൂമു മുവാഫഖയെ അതാണ് ഫഹ്വ. ആ ഫഹ്വയെ നസ്ഖ് ചെയ്യാൻ പറ്റും. ദൂന അസ്ലിഹി ആ ഫഹ്വ മഫ്ഹൂമിന്റെ മന്ദൂഖാണ് അസ്ല്. അതിനെ കൂടാതെ ഏതുപോലെ അക്സിഹി അതിന്റെ അക്സ് പോലെ എന്ന്. അപ്പൊ ദൂന അസ്ലി ഹാലാക്കുക. ഫഹ്വയെ എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മഫ്ഹൂമ് മുവാഫഖയെ നസ്ഖ് ചെയ്യാൻ പറ്റും. മഫ്ഹൂമ്
മുവാഫഖയെ നസ്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അത് ഫഹവ തന്നെ അസ്ലിനെ കൂടാതെയായ സ്ഥിതിയിൽ എന്നാണ്. അസ്ലിനെ കൂടാതെയായ സ്ഥിതിയിൽ എന്ന് പറയുമ്പോൾ അത് ഏതുപോലെ അകിസിഹി, അതായത് ഐ നസ്ഖു അസ്ലിൽ ഫഹുവ ദൂനഹു, മന്ദൂഖാണ് അസ്ല്, അതിനെ കൂടാതെ തന്നെ ഫഹുവയുടെ അസ്ലിനെ എന്ത് ചെയ്യാ, നസ്ഖ് ചെയ്യാൻ പറ്റുമല്ലോ. ഫഹുവയെ നസ്ഖ് ചെയ്യുന്നത് പോലെ മന്ദൂഖിനെ കൂടാതെ ഫഹുവയെ കൂടാതെ ഫഹുവയുടെ അസ്ലിനെ നസ്ഖ് ചെയ്യാൻ പറ്റുന്നത് പോലെ എന്നതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അനസഗി ഫീമ, ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും ബലപ്പെട്ട അഭിപ്രായ പ്രകാരമാണ് പറയുന്നത്. കാരണം എന്താ പറ്റുന്ന പറയാൻ കാരണം ലി അന്നൽ ഫഹുവ വ അസ്ലുഹു, അസ്ലും അതിന്റെ ഫഹുവയും എന്ന് പറഞ്ഞാൽ മന്ദൂഖിനാൽ യോജിച്ചെന്നർത്ഥം. പിന്നെ മന്ദൂഖും, ഇത് രണ്ടും മദ്ലൂലാനി, രണ്ടും അറിയിക്കപ്പെടുന്നതാണല്ലോ. മുതഗായിറാനി, രണ്ടും വ്യത്യാസമായ രീതിയിലുള്ള മദ്ലൂലുകളാണ്. അപ്പോ ഫജാസ നസ്ഖു കുല്ലി മിൻഹുമ, ഇവ രണ്ടിൽ നിന്നും എല്ലാത്തിനും നസ്ഖ് ചെയ്യാം. വഅദഹു, ഒറ്റക്ക് തന്നെ. അപ്പോ ഫഹുവയെ ഒറ്റക്ക് നസ്ഖ് ചെയ്യാം, അസ്ലിനെയും ഒറ്റക്ക് നസ്ഖ് ചെയ്യാം. അതിന് ഉദാഹരണം കനസ്ഖ് തഹരീമു ളർബിൽ വാലിദൈനി ദൂന തഹരീമു തഅഫീഫി എന്നാണ്. ഛേ എന്ന് പറയപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഹറാമുണ്ടല്ലോ, അതിനെ കൂടാതെ മാതാപിതാക്കളെ തല്ലൽ ഹറാമാക്കുക എന്ന് നസ്ഖ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? തഹരീമു തഅഫീഫ് എന്ന് പറയും മന്ദൂഖാണ്, അതാണ് അസ്ല്. അതിനെ നസ്ഖ് ചെയ്യാത്ത വിധം അതിനോട് മുവാഫക്കായി വന്ന ഒന്നാണ് ലർബ്, തഹരീമു ലർബുൽ വാലിദൈൻ എന്നുള്ളത്, അത് നസ്ഖ് ചെയ്യുക. അങ്ങനെ പറ്റും. വല്ലക്സ്, അക്സ് പോലെ. അക്സ് എങ്ങനെ വരിക? തഹരീമു ലർബുൽ വാലിദൈനി മഫ്ഹൂം മുവാഫഖല്ലേ, അതവിടെ നിർത്തുക. അതിന്റെ അസ്ൽ ഏതാണ്? തഹരീമു തൗഫീഖാണ്. അപ്പൊ തഹരീമു തൗഫീഖ് അസ്ലിനെ നസ്ഖ് ചെയ്യുക, ഫഹുവയെ നസ്ഖ് ചെയ്യാതെ അങ്ങനെയും പറ്റും. ഇങ്ങനെയാണ് സ്വഹീഹായ അഭിപ്രായം. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ ഫീഹിമ, ഇത് രണ്ടിലും നസ്ഖ് ചെയ്യാൻ പറ്റൂല. ഫഹുവയെ ഒറ്റക്ക് നസ്ഖ് ചെയ്യുക അസ്ലില്ലാതെ, അതും പറ്റൂല. അസ്ലിനെ ഒറ്റക്ക് നസ്ഖ് ചെയ്യുക ഫഹുവയില്ലാതെ, അതും പറ്റൂല. കാരണം ലി അന്നൽ ഫഹുവ, ഇവിടെ ഉണ്ടായിത്തീരുന്ന ഈ മഫ്ഹൂമു മുവാഫഖ ലാസിമുൻ ലി അസ്ലിഹി, അതിന്റെ അസ്ലിന് ലാസിമായി വരുന്ന ഒന്നല്ലേ. അപ്പോ ഫലാ യുൻസഖു വാഹിദും മിൻഹുമ ബിദൂനിൽ ആഖരി, മറ്റിനെ കൂടാതെ ഇതിനെ നസ്ഖ് ചെയ്യുക എന്നുള്ളത് നടക്കൂല. കാരണം ലി മുനാഫാത്തി ദാലിക്കൽ ലുസൂമി ബൈനഹുമ, ലാസിമിന്റെയും മൽസൂമിന്റെയും ഇടയിൽ ലുസൂമുണ്ട്. ആ ലുസൂമ് ഇവിടെ എന്തായി, എതിരല്ലേ. അതുകൊണ്ട് ഇത് രണ്ടിലും നസ്ഖ് ഇല്ല എന്ന് ഖീല. വഖീല, പറയപ്പെടുന്നു, വഖ്താറുഹു ഇബ്നുൽ ഹാജിബ്, ഇബ്നു ഹാജിബ് മുഖ്താറാക്കിയിരിക്കുന്നു ഈ ഖീലയെ. എന്താണ്? യംതനിഉൽ അവൽ, ആദ്യം പറഞ്ഞത് മുംതനി ആണ്. ആദ്യം പറഞ്ഞത് മുംതനി എന്നാണ്. ഏതാ ആദ്യം പറഞ്ഞത്? മന്ദൂഖാവുന്ന അസ്ലിനെ നസ്ഖ് ചെയ്യൽ ഇല്ലാതെ ഫഹുവയെ അഥവാ മഫ്ഹൂം മുവാഫഖയെ നസ്ഖ് ചെയ്യാം എന്നല്ലേ. അത് പറ്റൂല. കാരണം ലിംതിനായി ബഖായിൽ മൽസൂം, മൽസൂം അസ്ലാണ്. ആ അസ്ലാകുന്ന മൽസൂം ഉണ്ടാവുക എന്നുള്ളത് പാടില്ല, അതുണ്ടാവാൻ പാടില്ല. എന്തോടൊപ്പം മഅ നഫിയിൽ ലാസിമി ഫഹുവ, മഫ്ഹൂമുൽ മുവാഫഖയാവുന്ന ലാസിമി ഇല്ല. അതോടൊപ്പം അസ്ലാകുന്ന മന്ദൂഖ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് നടക്കൂല. നബി ഖിലാഫി സാനി, രണ്ടാമത്തതിന് കുഴപ്പമില്ല. ഏതാ രണ്ടാമത്തേത്? മഫ്ഹൂം മുവാഫഖയാകുന്നതിനെ അവിടെ നിർത്തിയിട്ട് അതിന്റെ അസ്ലാകുന്ന മന്ദൂഖ് അതിന് നസ്ഖ് ചെയ്യാം. അതാ രണ്ടാമത്തേത്. അതെന്താ പറ്റുന്ന പറയുന്നത്? ജവാസി ബഖാഇൽ ലാസിമി, ലാസിം ഉണ്ടാവാൻ പറ്റുമല്ലോ. മഅ നബിയിൽ മൽസൂമി, മൽസൂം ഇല്ലെങ്കിലും ലാസിം ഇവിടെ ഉണ്ടാവാം. അപ്പൊ മൽസൂമും മഫ്ഹൂം മുവാഫഖയാണ്. അതിനെ നസ്ഖ് ചെയ്താൽ മൽസൂം അസ്ലി ഏതാ? മന്ദൂഖാണ്. അതിന് നസ്ഖ് ചെയ്യാം. അത് നസ്ഖ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലാസിമായി വരുന്നതാണ് മഫ്ഹൂം മുവാഫഖ. ആ മഫ്ഹൂം ഇവിടെ ഉണ്ടാവുന്നതിന് വിരോധമില്ല. അപ്പൊ മൽസൂം പോയാൽ ലാസിം ഇവിടെ ഉണ്ടാവാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് പറ്റുമെന്നും ഒന്നാമത്തത് പറ്റൂല എന്ന് പറയാൻ കാരണം. ഒരു കൂവത്തി ജവാസി സാനി,
രണ്ടാമത്തത് ശക്തമായി പറ്റും. രണ്ടാമത് അങ്ങനെ പറ്റുമെന്ന ശക്തമായത് കൊണ്ടാണ് അത്താബിയിൽ മുസന്നിഫ് ആ രണ്ടാമത്തെ അഭിപ്രായത്തെ കൊണ്ടുവന്നത്. ബി കാഫി തഷ്ബീഹിന്റെ കാഫിട്ടുകൊണ്ട് കൊണ്ടുവന്നു. അക്കിസിഹി എന്ന പറഞ്ഞത്. എന്തിട്ടില്ല? ദൂന വാവിൽ അത്ഫി വ അക്കിസി എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ടാണത് അങ്ങനെ വന്നത് ചോദിച്ചാൽ ഇതാണ്. കാഫിട്ടുകൊണ്ട് വാവില്ലാതെ തഷ്ബീന്റെ കാഫ് കൊടുത്ത് കൊണ്ടുവരാൻ കാരണം ഈ രണ്ടാമത്തത് മൽസൂമില്ലെങ്കിൽ ലാസിം അവിടെ സംഭവിക്കുക എന്നുള്ളത് പറ്റും. അത് ശക്തമായത് കൊണ്ടാണ് എന്നതാ. ലാക്കിൻ അങ്ങനെയൊക്കെയാണ് എങ്കിലും ഖുവ്വത്ത് ജവാസ് സാനി എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറ്റുമെങ്കിലും ആ ഖുവ്വത്ത് ഉണ്ടെങ്കിലും യുഖദു പിടിക്കപ്പെടും മിമ്മാ സയഅതി ശേഷം വരുന്നതിൽ നിന്ന്. ഇക്കായത്തു ഖൗലി ബി അക്സി സാലിസി മൂന്നാമത്തതിന്റെ അക്സ് കൊണ്ടുള്ള കൗലിനെ ഇക്കായത്ത് ശേഷം വരുന്ന പിടിക്കപ്പെടാൻ പറ്റും എന്നുള്ളതാ. അങ്ങനെ അഭിപ്രായം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയും ലാക്കിൻ ഇസ്തിദ്റാക്കിട്ട് പറയാൻ കാരണം അങ്ങനെയാണ്. അത് എന്താണെന്ന് ഷറഹിലൂടെ പരിശോധിച്ചാൽ ഇൻഷാ അല്ലാഹ് കിട്ടും. ഉസ്താദന്മാരാണല്ലോ ഇതിലുള്ളത്. പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തിത്തരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മ നസ്ഖുൽ ഫഹ്വ മഅ അസ്ലിഹി. അപ്പോ ഇവിടെപ്പോ തർക്കമുള്ളത് അസ്ലില്ലാതെ ഫഹ്വ, അതുപോലെ ഫഹ്വ ഇല്ലാതെ അസ്ൽ നസ്ഖിയ എന്നുള്ളടത്ത തർക്കമുള്ളത്. എന്നാൽ ഇവിടെ തർക്കമില്ലാത്തൊരു കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത്? മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യാം, അസ്ലോടൊപ്പം രണ്ടും ചെയ്യാം. അത് പറ്റും. ഫയജൂസു ഇത്തിഫാഖ, അതിലാർക്കും തർക്കമില്ല എന്നതാണ് പറയുന്നത്. ഇനി വയജൂസു അന്നസ്ഖു ബിഹി, നസ്ഖ് ചെയ്യാൻ പറ്റും. ബിഹി ഏതുകൊണ്ട്? ബിൽ ഫഹ്വ, മഫ്ഹൂമ് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും. ഖാലൽ ഇമാമു റാസി വൽ ആമിദിയു, ഇമാം റാസിയും ആമിദിയും പറയുന്നത് ഫഹ്വ കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇത്തിഫാഖ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഇത്തിഫാഖാണ് എന്നാണ്. വാക ഷെയ്ഖു അബൂ ഇസ്ഹാഖ് സിറാസി, ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് സിറാസിയു ഇക്കായത്ത് ചെയ്തിട്ടുണ്ട്. ഏതുപോലെ? കമാ ഖാലൽ മുസന്നിഫ് പറഞ്ഞതുപോലെ. എന്ത്? അൽ മൻഅബിഹി, മൻഅബിഹി ഇക്കായത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഫ്ഹൂമ് കൊണ്ട് നസ്ഖ് പാടില്ല എന്ന്. അതങ്ങനെ പറഞ്ഞത് എങ്ങനെയാ? ബിനാഅൻ അലാ അന്നഹു ഖിയാസുൻ മഅന, മഫ്ഹൂമ് അത് ഖിയാസാണല്ലോ. വ അന്നൽ ഖിയാസ, ഖിയാസി എന്നുള്ളത് ലാ യകൂനു നാസിഖൻ, അത് നസ്ഖ് ചെയ്യൂലല്ലോ. അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ, അത് നാസ്ഖ് ചെയ്യുന്ന ഒന്നല്ലല്ലോ. ആ അഭിപ്രായത്തിന്റെ മേൽ എടുത്തുകൊണ്ടാണ് എന്താക്കിയത്? മഫ്ഹൂം കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് ഷിറാസി എന്ന് പറയുന്ന ആൾ ഇക്കായത്ത് ചെയ്തത്. അപ്പൊ ഇത്തിഫാഖ് അങ്ങനെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇക്കായത്ത് അവിടെ കിടക്കുന്നുണ്ട്. വൽ അക്സറു, ബലപ്പെട്ട അഭിപ്രായം പറയുകയാണെങ്കിൽ അക്സർ അധിക ആളുകളും എന്താ? അന്ന നസ്ഖ് അഹദിഹിമ, രണ്ടിൽ ഒന്നിനെ നസ്ഖ് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മഫ്ഹൂമിനെയോ അതിന്റെ അസ്ൽ ഇതിലേതെങ്കിലും ഒന്നിനെ നസ്ഖ് ചെയ്യുക. യസ്തൽസിമുൽ ആഖറ, മറ്റതിന്റെ നസ്ഖിനെയും ലാസിമാക്കും എന്നതാണ് അക്സറും ഉള്ളത്. അതായത് യസ്തൽസിമുൽ ആഖറ എന്ന് പറഞ്ഞാൽ ഐ നസ്ഖഹു, അതിനെ നിർബന്ധമാക്കും എന്നുള്ളതാണ് നസ്ഖിനെ. അപ്പൊ അസ്ലാണ് നസ്ഖ് ചെയ്തതെങ്കിൽ മഫ്ഹൂമും നസ്ഖായി. അല്ല മഫ്ഹൂമിനെയാണ് നസ്ഖ് ചെയ്തത് എങ്കിൽ അസ്ലും നസ്ഖായി എന്നാണ് പറയുന്നത്. കാരണം ലി അന്നൽ ഫഹ്വ മഅന ലാസിമുൻ ലി അസ്ലിഹി, അതിന്റെ അസ്ലിന് ലാസിമാണ്. വ താബിഉൻ ലഹു, അസ്ലിനോട് മഅന തുടർന്ന് വരുന്നതുമാണ്. വറഫുൽ ലാസിമി, ലാസിം ഇവിടെ ഇല്ല, ഉയർത്താന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താവും? ആ ലാസിം ഇല്ലാതെയാവല് യസ്തൽസിമു റഫ്അൽ മൽസൂമി, മൽസൂമിനെയും ഉയർത്തലിനെ ലാസിമാക്കും.
അപ്പൊ ലാസിമില്ല എന്ന് പറഞ്ഞാൽ മൽസൂമില്ല. വറഫുൽ മത്ബൂഇ, മത്ബൂഅ് അസ്ലല്ലേ, അപ്പൊ ആ മത്ബൂഅ് ഇല്ല എന്ന് വന്നാൽ എന്താകും? യസ്തൽസിമു റഫ്അ താബിഇ, അവിടെ താബിഉം എന്താണ്? ഇല്ല എന്ന് ലാസിമാക്കും എന്നാണ് പറയുന്നത്. വഖീല, അഭിപ്രായമുണ്ട്, ലാ യസ്തൽസിമു വാഹിദും മിൻഹുമാ അൽ ആഖറ, ഈ പറഞ്ഞ രണ്ടിൽ നിന്ന് ഒന്നിനെ നസ്ഖ് ചെയ്തതുകൊണ്ട് മറ്റതിനെ നസ്ഖ് ചെയ്യുക എന്ന ലാസിം ഇല്ല എന്നാണ്. കാരണം ലിഅന്ന റഫ്അ താബിഇ, താബിഇനെ ഉയർത്തിക്കളയുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കല്. ലാ യസ്തൽസിമു റഫ്അൽ മത്ബൂഇ, മത്ബൂഇനെ ഉയർത്തുക എന്നുള്ള ലാസിമാക്കൂല. താബിഇ ഇല്ല എന്നതുകൊണ്ട് മൽസൂം അല്ല, മത്ബൂഇ ഇല്ലാതെയാവൂല എന്നർത്ഥം. എങ്കിൽ മൽസൂമി, മൽസൂമിന് ഉയർത്തുക ഇല്ലാതെയാക്കുക എന്നുള്ളത് ലാ യസ്തൽസിമു റഫ്അൽ ലാസിമി, ലാസിമിനെ ഉയർത്തുക എന്നുള്ളതും നിർബന്ധമാക്കൂല. അപ്പോ ഒന്നില്ലാതെ മറ്റേ ഉണ്ടാവൂല എന്നുള്ളതാണ് അഭിപ്രായം. എങ്കിൽ മൂന്നാമതൊരു അഭിപ്രായം പറയട്ടെ. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ അക്സറിനെതിരാണല്ലോ. എന്ത്? നസ്ഖുൽ ഫഹ്വ, മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യുക, ലാ യസ്തൽസിമു, അത് എന്താകൂല? ലാസിമാക്കൂല. അപ്പൊ മഫ്ഹൂമിനെ, മഫ്ഹൂം പറഞ്ഞ മാനയാണ്, മന്ദൂക്കിന്റെ ഇവിടെ എന്താണോ മൊഴിയപ്പെട്ടതെങ്കിൽ അതിനോട് യോജിച്ചു വരുന്ന അർത്ഥം, അല്ലെങ്കിൽ മുഖാലഫയായത് വരുന്നുണ്ട്. മഫ്ഹൂമും മുവാഫഖയാണ് ഈ പറയുന്നത്. അപ്പോ ആ മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ലാ യസ്തൽസിമു, അതെന്താക്കൂല? ലാസിമാക്കൂല. എന്തിനെ? അസ്ല് നസ്ഖായി എന്നുള്ള ലാസിമാക്കൂല. അത് പറയാൻ കാരണം നളറൻ ഇല അന്നഹു താബിഉൻ, അത് തുടർന്ന് വരുന്ന ഒന്നല്ലേ. അവിടെ എന്താണോ പറഞ്ഞെങ്കിൽ അതിനോട് തുടർന്ന് വന്ന ഒന്നല്ലേ ഇത്. അപ്പൊ അതുകൊണ്ട് മത്ബൂഅ് എന്താവൂല? നസ്ഖ് ചെയ്യൽ ലാസിമാക്കൂല, താബിഇ നസ്ഖ് ചെയ്തതുകൊണ്ട്. എന്നാ ബിഖിലാഫി നസ്ഖിൽ അസ്ലി, അസ്ലിനെ നസ്ഖ് ചെയ്തതിനെതിരുന്ന, അസ്ലിനെ നസ്ഖ് ചെയ്താൽ എന്താകും? അതിന്റെ ലാസിമായി വരുന്നതും നസ്ഖാവും. ഇങ്ങനെയാണ്. വഖീല, വേറൊരു അഭിപ്രായം പറയുന്നുണ്ട്, നസ്ഖുൽ അസ്ലി, അസ്ലിനെ നസ്ഖ് ചെയ്താൽ, അഥവാ മന്ദൂക്കിനെ നസ്ഖ് ചെയ്താൽ ലാ യസ്തൽസിമു, അതെന്താകൂല? ലാസിമിനെ എന്ത് ചെയ്യൂല? ലാസിമാക്കൂല എന്ന് പറയുന്നു. നളറൻ ഇല അന്നഹു മൽസൂമുൻ, അസ്ല് മൽസൂമല്ലേ, അസ്ല് മൽസൂമാണല്ലോ. അസ്ല് മൽസൂമാകുമ്പോൾ ആ മൽസൂമിനെ നസ്ഖ് ചെയ്തതുകൊണ്ട് അതിന്റെ ലാസിമാകുന്ന മാന എന്താവൂല? നസ്ഖ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ്. ബിഖിലാഫ് നസ്ഖിൽ ഫഹ്വ, മഅനയെ അഥവാ മഫ്ഹൂമിനെ നസ്ഖ് ചെയ്തതിന് എതിരായിട്ട് മഫ്ഹൂമിനെ നസ്ഖ് ചെയ്താൽ എന്താകും? അസ്ലിനെ നസ്ഖ് ചെയ്യൽ ലാസിമാവും എന്നുള്ളതാണ്. ഇങ്ങനെ തിരിച്ചും മറിച്ചുമുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പൊ അക്തർ എവിടെ നിൽക്കുന്നത്? ഒന്ന് നസ്ഖായാൽ മറ്റതും നാസിഖാവും എന്നുള്ളതാണ് ലാസിമായിട്ട് വരുന്ന. വഅലം, നീ അറിയണം, അന്ന ഇസ്തിൽസാമ നസ്ഖി കുല്ലി മിൻഹുമാ ലിൽ ആഖർ, ഈ പറഞ്ഞ രണ്ടിൽ നിന്ന് എല്ലാത്തിനെയും നസ്ഖ് ചെയ്യുമ്പോ മറ്റൊന്നിനെ ലാസിമാക്കുക എന്നുള്ള കാര്യം യുനാഫി, അത് എതിരാണ്, മാ സ്വഹഹു, ഇമാം മുസന്നിഫ് സഹിയാക്കി വന്ന ഒന്നിനോട് എതിരാകുന്നതാണ്. അതെന്താ? ഒന്ന് മിൻ ജവാസ് നസ്ഖി കുല്ലി മിൻഹുമാ, ഇവ രണ്ടിൽ നിന്നും എല്ലാത്തിനെ നസ്ഖ് ചെയ്യൽ ജായിസാണ്, ദൂനൽ ആഖരി, മറ്റൊന്നിനെ കൂടാതെ എന്നല്ലേ മുസന്നിഫ് സഹിയാക്കി വന്നത്. എന്താ മുസന്നിഫ് അവറുകൾ പറഞ്ഞത്? മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യാം അസ്ലിനെ കൂടാതെയായ സ്ഥിതിയിൽ, അസ്ലിനെ നസ്ഖ് ചെയ്യാം മഫ്ഹൂമിനെ കൂടാതെ എന്നല്ലേ. ഇതിനോട് എതിരാണ് അസ്ൽ നസ്ഖ് ചെയ്താൽ അതിനോട് തുടർന്ന് വന്ന ലാസിമായ മഫ്ഹൂമുൻ നസ്ഖാവും എന്നുള്ളത്. തിരിച്ചിങ്ങോട്ടും ഇത് എതിരാണ്. കാരണം ഇന്നൽ ഇംതിനാ, ഇവിടെ ഇംതിനാവുണ്ട്, എന്ത്? പാടില്ല എന്ന് വന്നത് മബിനിയുൻ, അത് എടുക്കപ്പെട്ടതാണ്, അൽ ഇസ്തിൽസാമി,
ഇസ്തിൽസാമിന്റെ മേലിൽ എടുക്കപ്പെട്ടു വന്നതുകൊണ്ടാണ്. ആ ഇസ്തിൽസാം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഇസ്തിൽസാം എന്നൊരു വാദം ഇവിടെ വന്നപ്പോ അതിനാൽ എടുക്കപ്പെട്ടു വന്ന ഒന്നാണ്, അത് ഉണ്ടാകാൻ പാടില്ല, മുംതനിയാണ് എന്ന അഭിപ്രായം വന്നത്. പിന്നെ ജവാസാണെന്ന് വന്ന അഭിപ്രായം എങ്ങനെയാണ്? അത് മബിനിയുൻ അല അദ്മിഹി, ഇസ്തിൽസാം ഇല്ല എന്നതിന്റെ മേലെടുത്തിട്ടാണ്. അവിടെ ഇസ്തിൽസാം ഇല്ല എന്നതിന്റെ മേൽ വന്നപ്പോ ജവാസ് ഉണ്ടായി, പറ്റുമെന്ന് വന്നു. ഇസ്തിൽസാമെന്ന് വെച്ചാൽ എന്തായി? അങ്ങനെ നസ്ഖ് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം വന്നു. വഖദ് ഖുത്തസറ ഇബ്നുൽ ഹാജിബ്, ഇബ്നു ഹാജിബ് എന്നവര് ചുരുക്കി പറഞ്ഞു, അലൽ ജവാസ്, പറ്റും എന്നതിന്റെ മേലിലാണ് മൂപ്പര് ചുരുക്കിയത്. മഅ മുഖാബലഹി, മുഖാബലിഹി, അതിന്റെ മുഖാബല ഇവിടെ ഉണ്ട്. ജവാസിന്റെ മുഖാബല ഇംതിനാണ്. അതിന്റെ മുഖാബലോട് കൂടെ തന്നെ ജവാസിന്റെ മേൽ ചുരുക്കി ഇബ്നു ഹാജിബ്. വൽ ബൈളാവി, ബൈളാവി ഇമാം അവറുകൾ ചുരുക്കി അൽ ഇസ്തിൽസാമി, ജവാസ് വിട്ട് ഇസ്തിൽസാമിന്റെ മേലാണ് ചുരുക്കിയത്. ഇങ്ങനെ രണ്ട് ഇമാമിങ്ങൾ രണ്ട് വിധത്തിലാ ചുരുക്കി പറഞ്ഞത്. വജമഅൽ മുസന്നിഫ് ബൈനഹുമാ, ഇത് രണ്ടിന്റെയും കൂടി ഇടയിൽ മുസന്നിഫ് എന്താക്കി? യോജിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെയാണ്. അഥവാ ജവാസ്, ഇസ്തിൽസാം, ഇത് രണ്ടിന്റെയും കൂടി ഇടയിൽ ജമ്മ ചെയ്തു മുസന്നിഫ്. അവരെങ്ങനെ ജമ്മ ചെയ്തത്? അതാണ് പറഞ്ഞത്, മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യാൻ പറ്റും. എന്തിനെ കൂടാതെ? മന്ദൂക്കിനെ കൂടാതെ. മന്ദൂക്കിനെ നസ്ഖ് ചെയ്യാം, മഫ്ഹൂമിനെ കൂടാതെ. ഇങ്ങനെയാക്കി. കഅന്നഹു മൗഖൂദും മിൻ ഖൗലിൽ ആമിരി, ഇത് ആമിരി ഇമാമിന്റെ ഖൗലിൽ നിന്ന് പിടിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നുണ്ട്. ആമിരി ഇമാമിന്റെ ഖൗൽ എന്താ? ഇഖ്തലഫു, പണ്ഡിതന്മാര് വിഭിന്നമായി, ഫീ ജവാസി നസ്ഖിൽ അസ്ലി ദൂരൽ ഫഹ്വ, മഫ്ഹൂമിനെ കൂടാതെ അസ്ലിനെ നസ്ഖ് ചെയ്യാൻ പറ്റുമോ എന്നതിൽ ഭിന്നാഭിപ്രായമായി. വൽ ഫഹ്വ ദൂരൽ അസ്ലി, അസ്ലിനെ കൂടാതെ മഫ്ഹൂമിനെ അഥവാ മന്ദൂക്കിനെ കൂടാതെ മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യാൻ ജായിസാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വൈറ അന്നൽ അക്സർ, അക്സർ ഒഴികെ. അക്സർ എന്താ? അല അന്ന നസ്ഖൽ അസ്ലി യുഫീദു നസ്ഖൽ ഫഹുവ ഇലഹ്, അതിലൂടെ പറഞ്ഞത് അസ്ലി നസ്ഖ് ചെയ്താൽ അതിനോട് തുടർന്ന് വരുന്ന, അതിന്റെ ലാസിമായി വരുന്ന മഫ്ഹൂമിനെ നസ്ഖ് ചെയ്യലിനെ ഫലം വെപ്പിക്കും, ഫായിദയുണ്ടാക്കും എന്നല്ലേ അക്സർ. ഇത് ഒഴിച്ച് അസ്ലിനെ കൂടാതെ മഫ്ഹൂമിനെയോ മഫ്ഹൂമിനെ കൂടാതെ അസ്ലിനെ നസ്ഖ് ചെയ്യൽ പറ്റുമോ ഇല്ലേ എന്നതിൽ തർക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനത്തെ ഖൗല്? അൽ മുസ്തമിലി, അൽ മുസ്തമിലി, ആ മുസ്തമിൽ ആ ഖൗല് ചുറ്റിയിരിക്കുന്നു. എന്തിന്റെ മേല്? അലൽ അക്സി, നേരെ അക്സിന്റെ മേൽ ചുറ്റിയിരിക്കുന്നു. ഐലൻ, ഈ പറഞ്ഞ നേരെ അക്സായിട്ട്. എങ്ങനെ? അസ്ലിനെ നസ്ഖ് ചെയ്യുമ്പോൾ ഫഹുവയെ നസ്ഖ് മനസ്സിലാകും, ഫഹുവയെ നസ്ഖ് ചെയ്യുമ്പോ അസ്ലിനെയും നസ്ഖ് ചെയ്യും. ഇങ്ങനെയല്ലേ? അപ്പൊ ഫക അന്നഹു സറ ഇലാ ദിഹ്നിൽ മുസന്നിഫി, അത് മുസന്നിഫിന്റെ ഹൃദയത്തിലേക്ക് നടന്നതുപോലെ ഇരിക്കുന്നു. മിൻ ഗൈരി തഅമ്മുരിൻ, ചിന്തിക്കാതെ വന്നു എന്നുള്ളതാണ് പറയുന്നത് ഷാരി. അന്നൽ ഖിലാഫ സാനിയ, അപ്പോ രണ്ടാമത്തെ അഭിപ്രായം. ഏതപ്പോ ഈ രണ്ടാമത്തെ അഭിപ്രായം? അതിപ്പോ ഷറഹ് തന്നെ വേണ്ടി വരും. രണ്ടാമത്തെ അഭിപ്രായമുണ്ടല്ലോ, ആ രണ്ടാമത്തെ അഭിപ്രായം ഏതാന്ന് ചോദിച്ചാൽ ഇസ്തിൽസാം. അതാണ് ഇസ്തിൽസാം. ആ ഇസ്തിൽസാം എന്ന് പറയുന്ന സാധനം മുഫറഉൻ, അത് തഫ്രീയാക്കപ്പെട്ടതാണ്, പിരിക്കപ്പെട്ടതാണ്. അൽ ജവാസി മിനൽ അവൽ, ആദ്യത്തിൽ നിന്ന് ജവാസ് എന്നല്ലേ, ആദ്യത്തെ അഭിപ്രായം ജവാസ് അല്ലേ. അതിനാൽ എന്താണെന്നറിയാമോ? തഫ്രീ ചെയ്തുണ്ടാക്കിയതാണ് രണ്ടാമത്തെ ഖിലാഫ് എന്നത്. ചിന്തിക്കാതെ മുസന്നിഫിന്റെ ഹൃദയത്തിലേക്ക് നടന്നതുപോലെയായി എന്നാ പറയുന്നത്.
വാസ്തവത്തിൽ ഒലൈസ കദാലിക അങ്ങനെയല്ല. ബൽ പിന്നെയോ ബൽ ഹുവ ബയാനുൽ മഖ്സദിൽ അവൽ അൽ മുഫീദി അന്നൽ അക്സർ അലംതിനാ അക്സറും അങ്ങനെ ജവാസ് ഇല്ല എന്നതിന്റെ മേലിൽ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അഭിപ്രായത്തെ പിടിച്ചല്ലോ. ആ ആദ്യത്തെ അഭിപ്രായത്തെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിലാണ് ഈ വന്നത്. ഇങ്ങനെയാണത് ഉണ്ടായത്. ഫല്യത്ത അമ്മൽ ശരിക്ക് നീ ആലോചിച്ച് നോക്കിക്കോ. ഇവിടെ പറഞ്ഞ വിഷയം എന്താണുള്ളത് എന്നുള്ളതാണ് ഷാരി ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. വയജൂസു നസ്ഖുൽ മുഖാലഫത്തി, ഇത്രയും ചർച്ച മുവാഫഖയാണ്, മഫ്ഹൂമു മുവാഫഖ. ഇനി പറയുന്നത് മഫ്ഹൂമു മുഖാലഫയാണ്. ആ മഫ്ഹൂമു മുഖാലഫയ നസ്ഖ് ചെയ്യാൻ പറ്റും എന്നുള്ളതാ. വഇൻ തജറദത് അൻ അസ്ലിഹ, മഫ്ഹൂമു മുഖാലഫയുടെ അസ്ലയുടെ മന്ദൂഖ, ആ മന്ദൂഖിനെ തൊട്ട് ഇത് തനിച്ച് വന്നാൽ പോലും നസ്ഖ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഐ യജൂസു നസ്ഖുഹ മഅ അസ്ലിഹ വബിദൂനിഹി എന്നതാ. അസ്ലു അസ്ല് അഥവാ മഫ്ഹൂമു മുഖാലഫയുടെ അസ്ലോടുകൂടെ ഈ മഫ്ഹൂമിനെ മുഖാലഫയെ നസ്ഖ് ചെയ്യാം. ഇനി അസ്ലില്ലാതെ മുഖാലഫയെ നസ്ഖ് ചെയ്യാം എന്നതാണ് പറയുന്നത്. ലാ നസ്ഖുൽ അസ്ലി ദൂനഹ, ഇങ്ങനെയാ. മുഖാലഫയില്ലാതെ അസ്ല് നസ്ഖ് ചെയ്യാൻ പറ്റൂല. ഐ വലാ യജൂസു, അത് നടക്കൂല. ഫിൽ അസ്ഗരി, ബലപ്പെട്ട അഭിപ്രായത്തിൽ. കമാ ഖാലഹുൽ മുസന്നിഫുൽ ഹിന്ദി, കമാ ഖാലഹു സഫിയുൽ ഹിന്ദിയു മിൻ ഹിത്തിമാലൈനി ലഹു, അദ്ദേഹത്തിനുള്ള 2 ഹിത്തിമാൽ ഇവിടെ ഉണ്ട്. ആ 2 സാധ്യതകളിൽ നിന്ന് സഫിയുൽ ഹിന്ദി പറഞ്ഞതുപോലെ ഒരു ഹിത്തിമാൽ ഇങ്ങനെയാണ്. അതാണ് ആ പറഞ്ഞത്. കാരണം അതിനുണ്ട്. എന്താ കാരണം? ലി അന്നഹ താബിഅത്തുൻ ലഹു, അസ്ലിനോട് തുടർന്നു വരുന്നതല്ലേ മുഖാലഫ. ഫതർതബിഉ ബിർതിഫായിഹി, അപ്പോ അസ്ല് ഉയർന്നു പോകൽ കൊണ്ട് മുഖാലഫയും ഉയർന്നു പോകും. അതുകൊണ്ട് മുഖാലഫയില്ലാതെ അസ്ലിനെ എന്ത് ചെയ്യാൻ പറ്റൂല, നസ്ഖ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ കാരണം വലാ യർതബിഉ ഹുവ ബിർതിഫായിഹ, എങ്കിൽ മുഖാലഫത്തിനെ ഇല്ലാതെയാക്കിയത് കൊണ്ട് അസ്ലിലൂടെ ഉയർന്നു പോവുകയും ഇല്ല. വക്കീല, പറയപ്പെടുന്നുണ്ട് യജൂസു ജായിസാണ്, പറ്റും എന്നുള്ളതാണ്. എങ്ങനെ? മുഖാലഫ ഇല്ലാതെ അസ്ലിനെ നസ്ഖ് ചെയ്യാൻ പറ്റും. പിന്നെ തബഇയ്യതുഹ ലഹു, മന്ദൂഖിയായ ഈ അസ്ലിനോട് മുഖാലഫത്ത് താബിയാവുക എന്നുള്ളത് മിൻ ഹൈസു ദലാലത്തുൽ ലഫ്ളി അലൈഹ, മുഖാലഫത്തിന്റെ മേൽ ലഫ്ള് അറിയിക്കുന്നു എന്ന ഹൈസ്യത്തിൽ കൂടെ, മഅഹു അസ്ലിനോട് കൂടെ എന്നല്ലാതെ ലാ മിൻ ഹൈസു ദാത്തുഹു, അതിന്റെ ദാത്ത് എന്ന ഹൈസ്യത്തിലൂടെ അല്ല. മുഖാലഫത്ത് അസ്ലിന്റെ ദാത്ത് എന്ന ഹൈസ്യത്തിൽ കൂടെ അല്ലാതെ അസ്ലിനോട് കൂടെ മുഖാലഫത്തിന്റെ മേലിൽ ഈ ലഫ്ള് അറിയിക്കുന്നു എന്ന നിലപാടിലൂടെയാണ് അസ്ലിനോട് തുടരുന്നത്. അങ്ങനെയാ. മിസാലു നസ്ഖിഹ ദൂനഹു, അസ്ല് കൂടാതെ മുഖാലഫയെ നസ്ഖ് ചെയ്യുന്ന ഉദാഹരണം മാ തഖദ്ദമ, അത് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്തിനാൽ? മിൻ നസ്ഖി ഹദീസി ഇന്നമൽ മാഉ മിനൽ മാ, വെള്ളം വെള്ളത്തിനാലല്ലേ എന്ന് പറഞ്ഞാൽ ഫഇന്നൽ മൻസൂഖ്, ഇവിടെ നസ്ഖ് ചെയ്യപ്പെട്ടത് മഫ്ഹൂമുഹു ഇന്നൽ മാഅ മിനൽ മാഇ എന്ന് പറയുന്ന മഫ്ഹൂം എന്താ? വഹുവ അൻ ലാ ഗുസ്ല ഇൻദ അദ്മിൽ ഇൻസാലി എന്നാ. മനി പുറപ്പെട്ടിട്ടില്ല എങ്കിൽ കുളിക്കലില്ല എന്നാണ് മഫ്ഹൂം. അതാണ് ഇവിടെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ ഓ മിസാലു, അപ്പൊ ഇവിടെ എന്തായി? അസ്ലിനെ നസ്ഖ് ചെയ്യാതെ മുഖാലഫയെ നസ്ഖ് ചെയ്തു. അസ്ൽ എന്താ? ഇന്നമൽ മാഉ മിനൽ മാ അസ്ൽ. അതിന്റെ മുഖാലഫയായി വന്നതാണ് ഇൻസാലില്ല എങ്കിൽ, ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല എങ്കിൽ കുളിക്കണ്ട എന്നുള്ളത്. അവിടെ നസ്ഖ് ചെയ്തു. ഓ മിസാലു നസ്ഖിഹ മഅ, ഇനി അസ്ലും അത് രണ്ടും കൂടി നസ്ഖ് ചെയ്ത ഉദാഹരണം അതെങ്ങനെയാ? ഐ യുൻസഖ ബുജൂബ് സക്കാത്തി, സക്കാത്തിന്റെ നിർബന്ധത്തെ ദുർബലപ്പെടുത്തുക. എവിടെ? ഫിസ്സായിമത്തി, മേഞ്ഞു തിന്നുന്ന മൃഗത്തിൽ.
വനഫിയുഹു സക്കാത്തിന്റെ നിർബന്ധമില്ല എന്നതിനെയും ദുർബലപ്പെടുത്തുക. ഫിൽ മഅലൂഫത്തി മേഞ്ഞ് തിന്നാതെ വൈക്കോലൊക്കെ ഇട്ടുകൊടുത്ത് ഉള്ള മൃഗത്തിൽ സക്കാത്ത് നിർബന്ധമില്ല, മേഞ്ഞു തിന്നുന്നതിൽ സക്കാത്ത് നിർബന്ധമാണ്. ഈ രണ്ടിനെയും എന്ത് ചെയ്തു? അസൽ അതാണ്, അതിനാലുള്ള ലാജിമാണ് ഈ പറഞ്ഞത്. ഇത് രണ്ടിനെയും എന്ത് ചെയ്തു? മുഖാലഫയെയും അസലിനെയും നിസ്ക് ചെയ്തു. അങ്ങനെ ചെയ്യുക. അദ്ദാലു അലൈഹിമ ഈ പറഞ്ഞ രണ്ടിന്റെയും മേൽ അറിയിക്കുന്നു, നിർബന്ധമുണ്ട് ഇല്ല എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അൽ ഹദീസ് സാബിഖു ഫിൽ മഫ്ഹൂമി മഫ്ഹൂമിൽ മുമ്പ് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസ് നോക്കിയാൽ കിട്ടും. വയർജിഉൽ അംറു ഫിൽ മഅലൂഫത്തി അപ്പോ മഅലൂഫായി പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് കെട്ടിട്ട് തീറ്റ കൊടുക്കുന്ന മൃഗം അതിലുള്ള കാര്യം മടങ്ങുക. ഇലാമാക്കാന ഖബിലു അതിന്റെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു അതിലേക്കാണ്. അതെന്തിനാലാണ്? മിമ്മാദല്ല അലൈഹി ദലീലുൽ ആമു ബഅദ ശർഇ ശർഅ് വന്നതിന്റെ ശേഷം പൊതുവെ അറിയിക്കുന്ന ഒരു ദലീലുണ്ടല്ലോ, ആ ദലീല് അതിന്റെ മേൽ അറിയിക്കുന്നതാണ് മുമ്പ് പറഞ്ഞത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മിൻ തഹരീമി ലിൽ ഫിഇലി ഫിഇലിനെ ഹറാമാക്കുക. ഇൻകാന മളറത്തൻ അത് ബുദ്ധിമുട്ടാണ് പ്രവൃത്തിയെങ്കിൽ അതിനെ ഹറാമാക്കല മുമ്പ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് ഇബാഹത്തൽ ലഹു ആ ഫിഇലെ ഹലാലാക്കുക, ഇബാഹത്തിൽ ലഹു അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ ഹലാലാക്കുക. ഇൻകാന മൻഫഅത്തൻ അത് ഉപകാരമുണ്ടെങ്കിൽ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളതാണ് മുമ്പ് പറഞ്ഞത്. അതിലേക്കാണ് കാര്യം മടങ്ങുക. കമാ യർജു ബിസ്സായിമത്തി മേഞ്ഞു തിന്നുന്ന മൃഗത്തിൽ മടങ്ങും പോലെ ഇലാമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതിലേക്ക്. എവിടെ? ഫീ മസ്അലത്തി ഇദാ നുസ്ഖൽ ബുജൂബു ബുജൂബിനെ നസ്ഖ് ചെയ്യപ്പെട്ടാൽ ബഖിയൽ ജവാസു ഇലഖ് അവിടെ ജവാസ് ഉണ്ടാകുമല്ലോ എന്നൊരു മസ്അലിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് സായിമത്തിന്റെ കാര്യം മടങ്ങുക. മഅലൂഫത്ത് കെട്ടിട്ട് തിന്നാൻ കൊടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറാമ്, ഇല്ലെങ്കിൽ ഉപകാരമാണെങ്കിൽ ഹലാൽ. ഇങ്ങനെയാണ് പോവുക ഈ നസ്ഖ് കൊണ്ട്. അപ്പൊ രണ്ടും ഒപ്പമായല്ലോ. ഇങ്ങനെയൊക്കെ വരാം. വലാ യജൂസു നസ്ഖു ബിഹ നേരെ മറിച്ച് മുഖാലഫ കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. കമാ ഖാലഹു ഇബ്നു സംആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറ്റാത്തത്? ലിളുഫിഹ മുഖാലഫ ദുർബലമായി പോയി. അൻ മുഖാവമത്തിൻ നെസ്സിനോട് കിടപിടിക്കുക എന്നുള്ള ഇതിന് കഴിയൂല. അപ്പൊ നെസ് കൊണ്ട് പറ്റുന്നത് പോലെ മുഖാലഫ കൊണ്ട് പറ്റില്ല. ഖാല ഷെയ്ഖ് അബു ഇസ്ഹാഖ് ഷിറാസി അവര് പറയുന്നത് അസ്സഹീഹു ബലപ്പെട്ട അഭിപ്രായം അൽ ജവാസ് തന്നെയാണ്. എന്താ കാരണം? ലി അന്നഹ മുഖാലഫ ഫീ മഅനൻ നുത്ഖി ഇവിടെ മൊഴിഞ്ഞല്ലോ, അതിന്റെ അതേ ആശയത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് പറ്റും എന്നാണ് മൂപ്പരഭിപ്രായം. വയജൂസു നസ്ഖുൽ ഇൻഷാ ഇൻഷാ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻഷാ കൽപ്പന തേടുക പോലത്തെ ഇൻഷാ ആണ് ഉണ്ടാക്കൽ. ഇൻഷായിയായ ഒരു കാര്യത്തെ നസ്ഖ് ചെയ്യാൻ പറ്റുമോ? പറ്റും. വലോ കാന ആ ഇൻഷായിയായ പദം ബിലഫ്ദിൽ ഖളാഇ ഖളാ എന്ന പദം കൊണ്ട് വന്നതാണെങ്കിൽ പോലും അതിനെ നസ്ഖ് ചെയ്യാൻ പറ്റും. വഖാലഫ ബഅ്ദുഹും ഫീഹി അക്കാര്യത്തിൽ ചില ആളുകൾ എന്തായിട്ടുണ്ട്? എതിരായിട്ടുണ്ട്. അല്ല, ഈ വിഷയത്തിൽ ചില ആളുകളുടെ മുസന്നിഫ് എതിരായി. എന്തുകൊണ്ട്? ഖൗലിഹി മുസന്നിഫിന്റെ വാക്ക് ഇന്നൽ ഖളാഅ നിശ്ചയം ഖളാ എന്ന് പറയുന്ന സംഗതി ഇന്നമാ യുസ്തഅമലു നിശ്ചയം അതിനെ ഉപയോഗിക്കുക ഫീമാ ലാ യതഗയ്യറു തഗയ്യുറില്ലാത്ത കാര്യത്തിൽ മാത്രമാണ്. വ്യത്യാസങ്ങളും പകർച്ചകളും സംഭവിക്കാത്തതിന് മാത്രം ഖളാൻ ഉപയോഗിക്കുക. ആ വാക്കുകൊണ്ടുണ്ടായത് കൊണ്ടാണ് ചില ആളുകളോട് ഖളാഇന്റെ പദമാണ് എന്ന് പറഞ്ഞുകൊടുത്ത് മുസന്നിഫ് എതിരായി പറഞ്ഞത്. നഹ്വ ഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്നാണ്. അല്ലാഹു അല്ലാത്തവർക്ക് നിങ്ങൾ ആരാധിക്കരുതേ, നിങ്ങൾ ആരാധന അർപ്പിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവർക്ക്. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് തങ്ങളുടെ രക്ഷിതാവ് വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കൽപ്പനയാണ് അവിടെ. ഇവിടെ ഖളാ എന്ന പദം കൊണ്ടുവന്നു. ഇൻഷായ ജുംലയാണ്, അതിനെ വേണമെങ്കിൽ നസ്ഖ് ചെയ്യാം. ഔ ബിൽ ഖബർ അല്ലെങ്കിൽ ഖബറിയായ ജുംല, ഖബർ കൊണ്ടാണ് പദം വന്നെന്ന് വെച്ചോ,
അങ്ങനെ വന്നാലും എന്തു ചെയ്യാം? നസ്ഖ് ചെയ്യാം. നഹ്വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ എന്ന ഇവിടെ വൽ മുതല്ലഖാതു യതറബ്ബസ്ന എന്ന് പറയുന്നത് മൂത്തിം ഖബറും കൂടിയ ഇസ്മിയായ ജുംലയാണ്. ഇത് ഖബറിയ. അപ്പൊ ഖബറിയായ ജുംലയാണെങ്കിൽ പോലും അവിടെ ഇൻഷാ ഉണ്ട്. എങ്ങനെയാ? ലിയതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന എന്ന് കൂട്ടി കൊടുക്കണം. യതറബ്ബസ്ന എന്നുള്ളിടത്ത് അംറു വായിബിനെ അറിയിക്കുന്ന ഒന്നാണ്. അപ്പോ ഖബറിയായ ജുംല കൊണ്ടും ഖളാന്റെ പദം കൊണ്ടൊക്കെ ഇൻഷായി വരാം. ഇങ്ങനെ വരുമ്പോൾ ഈ ഇൻഷായിനൊക്കെ എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാൻ പറ്റും. വഖാലഫ ദഖാഖു ഫീ ദാലിക ഈ വിഷയത്തിൽ ദഖാഖിനോട് എതിരായിട്ടുണ്ട്. എന്താ കാരണം? നളറൻ ഇല ലഫ്ള് ലഫ്ള് കൊള്ള നോക്കിയത് കൊണ്ട് മുസന്നിഫ് ഇവിടെ ദഖാഖിനോട് എതിരായി. ഔ ഖുയ്യിദ ബിത്തഇബീദി വഗൈരിഹി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇൻഷായിന് കൈത് നൽകപ്പെട്ടു. ബിത്തഇബീദി ശാശ്വതമാക്കുക എന്നതുകൊണ്ട്, വഗൈരിഹി അതല്ലാത്തതുകൊണ്ടും. ഉദാഹരണം, സൂമു അബദൻ സൂമു ഹത്മാ സൂമു നിങ്ങൾ നോമ്പ് നോൽക്കുക, അബദൻ കാലാകാലം. ഇതിവിടെ തഅബീദ. സൂമു നോമ്പ് നോൽക്കുക, ഹത്മ നിർബന്ധമായി എന്ന ഇങ്ങനെ കൈത് കൊടുത്തു പറഞ്ഞു ഇൻഷായ ജുംലക്ക്. എന്നാലും എന്ത് ചെയ്യാം? അതിനെ നസ്ഖ് ചെയ്യാം. വഖീല ല പറ്റില്ല. ലിമുനാഫാത്തിൻ നസ്ഖി ലിത്തഅബീദി വത്തഹ്തീമി നിർബന്ധമാക്കലിനോടും ശാശ്വതമാക്കലിനോടും നസ്ഖ് എതിരല്ലേ? അപ്പൊ നസ്ഖ് ചെയ്യാൻ പറ്റില്ല. കൊല്ലാ നമ്മൾ പറയും ലാ നുസല്ലിമു ദാലിക നസ്ഖ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന നമ്മൾ പറയുന്നത് അത് നമ്മൾ സമ്മതിച്ചു തരൂല. വയതബയ്യനു ബിവുറൂദിൻ നാസിഖി ഇവിടെ നസ്ഖ് ചെയ്തത് വന്നതുകൊണ്ട് വ്യക്തമാകും എന്ത്? അന്നൽ മുറാദ ഇഫ്അലു എന്നതുകൊണ്ട് എന്നതിന്റെ ഉദ്ദേശം ഇലാ വുജൂദിഹി അതവിടെ ഉണ്ട്, ആ പ്രവൃത്തി അവിടെ ഉള്ളതിലേക്ക് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്ന് എന്നുള്ളവിടെ. കമാ യുഖാലു പറയപ്പെടും പോലെ ലാസിം ഒരീമക അബദ നീ നിന്റെ കടക്കാരനെ നിർബന്ധമാക്കിക്കോ എന്ന് കൽപ്പനയുണ്ട് അവിടെ. എന്താ അവിടെ ഉദ്ദേശം? ഐ ഇല ഐ യുഅ്തിയൽ ഹഖ ഹഖ് അവൻ തരുന്നത് വരെ, ഹഖ് അവൻ തരുന്നത് വരെ എന്നല്ല ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. എന്നതുപോലെ ഇവിടെ നാസിഖ് വരുമ്പോൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്? നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതുണ്ടാവുന്നത് വരെ ചെയ്യുക എന്നല്ലേ? ആ നാസിഖ് ഇവിടെ വരുന്നത് വരെ ചെയ്യാന്നല്ലേ? അഷാറൽ മുസന്നിഫ് സൂചന നൽകി ബില്ലൗ വലോ ബിലഫ്ദിൽ ഖളാ എന്നിട്ട് വലോട്ടു. ഈ ലൗട്ട് കൊണ്ട് മുസന്നിഫ് പറഞ്ഞത് ഇലൽ ഖിലാഫില്ലദീ ദക്കർനാഹു ഇത്രയും അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചല്ലോ, ആ അഭിപ്രായങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ലൗട്ട് പറഞ്ഞത്. വകദ സൗമു വാജിബും മുസ്തമിറുൻ അബദാ ഇദാ ഖാലഹു ഇൻഷാഅൻ ഈ പറഞ്ഞതുപോലെ തന്നെ അസ്സോമു വാജിബുൻ നിർബന്ധമാണ്, നോമ്പ് മുസ്തമിറുൻ നിലകൃതിയാകുന്ന അബദൻ കാലാകാലം. ഇദാ ഖാലഹു ഇൻഷാൻ ഈ വാക്ക് ഇൻഷാ ആയിട്ട് പറഞ്ഞതാണെങ്കിൽ അതിനെ ദുർബലപ്പെടുത്താം. ഫഇന്നഹു യജൂസു നസ്ഖ് ഇതിനെയും എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാൻ പറ്റും. ഖിലാഫൻ ഇബ്നുൽ ഹാജിബ് ഇബ്നു ഹാജിബിനെതിരെ ഫീ മൻഇഹി നസ്ഖഹു മൂപ്പര് അത് നസ്ഖ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂനമാ ഖബലു ഇതിന്റെ മുമ്പ് പറഞ്ഞതിനെ കൂടാതെ അത് കുഴപ്പമില്ല. മുമ്പ് പറഞ്ഞതാ മിൻ സൂമു അമദാമ അവിടെ പറ്റും ഇവിടെ പറ്റൂല എന്നാണ് ഇബ്നു ഹാജിബിന്റെ അഭിപ്രായം. എന്താ? വൽ ഫർഖു വ്യത്യാസം ബി അന്നത്ത് ഇബീദ ഫീമാ ഖബലഹു ഇതിന്റെ മുമ്പ് പറഞ്ഞതിലുള്ള ഉദാഹരണത്തിൽ തഅബീദ് ശാസ്ത്രമാക്കല് ഖൈദുൽ ഫീൽ അതാ പ്രവർത്തിക്കുള്ള ഖൈദ് കൊടുക്കലാ. ഓ ഫീഹി ഇവിടെ ഖൈദുൽ വുജൂബിനും വൽ ഇസ്തിംറാറിനും അഥവാ നിർബന്ധത്തിനും നിലകൃതിയാവുള്ള ഖൈദ ഇതിലുള്ളത്. അവിടെ പ്രവർത്തിക്കുള്ള ഖൈദമാണ്. ലാ അസറ ലഹു അങ്ങനെ വരുമ്പോൾ എന്താ? ഈ ഫർക്കിന് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല. വലം യുസദ്ദിഖ് വൈറുഹു ബിമാ ഖാലഹു മൂപ്പർ ഇബ്നു ഹാജിബ് പറഞ്ഞത് കൊണ്ട് മൂപ്പരല്ലാതെ ആരും വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. വകഅന്നഹു ഫഹിമ മിൻ കലാമിഹിം അവരുടെയൊക്കെ കലാമിൽ നിന്ന് ഇബ്നു ഹാജിബ് മനസ്സിലാക്കിയത് പോലെ ഇരിക്കുന്നു. എന്ത്? അന്നഹു ലൈസ മിൻ മഹല്ലിൽ ഖിലാഫി
ഈ പറഞ്ഞത് ഒരു ഖിലാഫിന്റെ മഹല്ലിലല്ല. വത്തഖീദുൽ മുസന്നിഫി ലഹു ബിൽ ഇൻഷാ, ഇൻഷാ കൊണ്ട് മുസന്നിഫ് എന്താക്കി ആ ഖിലാഫിനെ ഖൈദ് നൽകിയത് ഹുവ മുറാദുഹു, അത് ഇബ്നു ഹാജിബ് തങ്ങൾ ഉദ്ദേശിച്ചതാണ് എന്നാണ്. വഇല്ലം യുസദ്ദിഖ് ബിഹി, അതുകൊണ്ട് മൂപ്പര് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും മൂപ്പര മുറാദ് എന്താണ്? ബി ഇൻഷാ എന്ന് മുസന്നിഫോടെ കൈതാക്കി പറഞ്ഞതും മൂപ്പര മുറാദാണ് എന്ന നിലക്കാണ്, അല്ലാതെ ഒരു ഖിലാഫിന്റെ മഹല്ലായിട്ടല്ല. ലിദിക്രിഹി, കാരണം മൂപ്പര് പറഞ്ഞല്ലോ ഇബ്നു ഹാജിബ് മൻ ആ നസ്ഖുൽ ഖബരി ബഅദ ദാലിക, ഈ പറഞ്ഞതിന്റെ ശേഷം ഖബർ നസ്ഖ് ചെയ്യാൻ പാടില്ല എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇൻഷാ ആണെങ്കിൽ ഇൻഷാ നസ്ഖ് ചെയ്തൂടെ? അപ്പൊ ആ നിലപാടിലൂടെ മൂപ്പര് പറഞ്ഞതാണ് എന്ന് വെക്കാം. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ജംഇന്റെ 31ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വയജൂസു നസ്ഖു ഈജാബിൽ ഇഖ്ബാരി ബിശൈഇൻ, ഇഖ്ബാറിന്റെ ഈജാബ്. ഇഖ്ബാർ എന്ന് പറഞ്ഞ ഒരു വസ്തു കൊണ്ട് വർത്തമാനം പറയുക എന്നതാണല്ലോ. അതിന്റെ ഈജാബ് എന്ന് പറഞ്ഞാൽ മുസ്ബത്ത് ഉണ്ടാവും. ആ ഈജാബിനെ നസ്ഖ് ചെയ്യാൻ പറ്റും. ബി ഈജാബിൽ ഇഖ്ബാരി ബി നഖീലി, അതിന്റെ ഇഖ്ബാറിന്റെ ഈജാബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നഖീല ഉണ്ടാവും. അവിടെ ഈജാബ് പറഞ്ഞു, നേരെ നഖീല കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നസ്ഖ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണം കഅൻ യൂജിബൽ ഇഖ്ബാർ ബി ഖിയാമി സൈദ്, സൈദ് നിന്നു. ഇതിപ്പോ ഒരു ഇഖ്ബാറാണ്. സൈദ് നിന്നു എന്ന് വർത്തമാനം പറയാം. അവിടെ നിന്നു എന്നുള്ള ഈജാബാണ്. അപ്പൊ ആ ഇഖ്ബാർ കൊണ്ടുള്ള ഖിയാമ് സൈദ് എന്ന് പറയുന്ന ഇഖ്ബാർ അതെന്തായി? മൂജബാണ്. സുമ്മ ബി ആദമി ഖിയാമിഹി, പിന്നെ സൈദ് നിന്നിട്ടില്ല എന്നതുകൊണ്ടുള്ള ഇഖ്ബാർ. എന്തിന്റെ മുമ്പ്? ഖബൽ ഇഖ്ബാരി ബി ഖിയാമിഹി, സൈദ് നിന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സൈദ് നിന്നിട്ടില്ല. അപ്പൊ ഈജാബിന് നഖിയുള്ള കൊണ്ട് എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ പറ്റുമെന്ന് പറയുന്നത്? ജവാസി അൻ യതഗയ്യറ ഹാലുഹു മിനൽ ഖിയാമി ഇലാ അദ്മിഹി, അവന്റെ അവസ്ഥ, സൈദിന്റെ അവസ്ഥ വ്യത്യാസം വരാൻ പറ്റുമല്ലോ. നിൽക്കുക, ആ നൃത്തത്തിന്ന് നൃത്തം ഇല്ല എന്നതിലേക്ക് വരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഖിയാമ് കൊണ്ട് ഇഖ്ബാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഖിയാമില്ല എന്ന് പറയാൻ പറ്റും. ഫൈൻ കാനൽ മുഖ്ബർ ബിഹി, ഇനി മുഖ്ബർ ബിഹി ആണെങ്കിൽ ഏതൊന്നുകൊണ്ടാണോ വർത്തമാനം പറയപ്പെടുന്നതെങ്കിൽ അത് മുഖ്ബർ ബിഹി മിമ്മാ ലാ യതഗയ്യറു, വ്യത്യാസം സംഭവിക്കാത്തതിൽ പെട്ടതാണെങ്കിൽ. അതിനുദാഹരണം കഹുദൂസിൽ ആലമി, ആലം ഹുദൂസാണ്. ആലം ഹുദൂസാണ്. ഇവിടെ ആലം എന്താണ്? ഹുദൂസ്. ഇത് മുഖ്ബർ ബിയാണ് ഈ ഹുദൂസ്. വാസ്തവത്തിൽ ഇതെന്താണ്? വ്യത്യാസം സംഭവിക്കുകയില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ എന്താ? ഫമനാഅത്തിൽ മുഅ്തസിലത്തു, ഇവിടെ മുഅ്തസിലത്ത് വാദിക്കുന്നതെന്താ? തടഞ്ഞു. മാ ദുക്കിറ, പറയപ്പെട്ടതിന്, ഫീഹി മിമ്മാ ലാ യതഗയ്യർ എന്ന് പറഞ്ഞല്ലോ. ആ മിമ്മാ ലാ യതഗയ്യർ എന്ന് പറയുന്ന കാര്യത്തിൽ എന്ത് ചെയ്തു? മുഅ്തസിലത്ത് തടഞ്ഞു. കാരണം ലി അന്നഹു തക്ലീം ബിൽ കദിബി, കളവ് കൊണ്ട് കൽപ്പിക്കലല്ലേ. ഫയുനസ്സഹുൽ ബാരി അൻഹു, കളവ് പറയുക എന്നുള്ള അള്ളാഹ്ക്ക് യോജിച്ചതല്ല, അതിന് തൊട്ട് അള്ളാഹിനെ പരിശുദ്ധമാക്കപ്പെടും. അപ്പോ തഗയ്യുറാവാത്തൊരു കാര്യത്തിൽ എന്ത് ചെയ്യുക? മുഖ്ബർ ബി വന്നാല് അവിടെ നസ്ഖ് ഇല്ല എന്നവർ പറയുന്നത്. കാരണം ഇങ്ങനെയാണ്. നമ്മൾ പറയട്ടെ, ഖദ് യദഉൽ കദിബി, ചിലപ്പോൾ കളവ് പറയിലേക്ക് ക്ഷണിക്കും. വറദുൻ സഹീഹുൻ, സഹിയായ ആവശ്യം വരും.
ഫലാ യകൂനു തക്ലീഫു ഫീഹി, എങ്കിൽ അതിലുള്ള തക്ലീഫ് നഖ്സൻ ചുരുക്കമായി സംഭവിക്കുകയില്ലല്ലോ. മാത്രമല്ല വഖദ് ദക്കറൽ ഫുഖഹാഉ അമാകിന യജു ഫീഹൽ കദിബു, ഒരുപാട് സ്ഥലങ്ങൾ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ കളവ് പറയൽ എന്താണ് നിർബന്ധമായി വരികയും ചെയ്യും. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് തെറ്റായിരുന്നുവെങ്കിൽ ഫുഖഹാക്കൾ പറയുമോ? അപ്പൊ മുഅ്തസിലത്ത് പറയുന്നത് ശരിയല്ല എന്നതല്ലേ. അപ്പോ അങ്ങനത്തേല് ജവാസ് അതായത് നസ്ഖ് പറ്റൂല എന്നല്ല വാദം, ശരിയല്ല. മിൻഹ അത്തരം കാര്യപ്പെട്ട ഒന്നാണെന്ത്, ഇതാ ത്വാലിബഹു ലാലിമുൻ ബിൽ വദിഅത്തി, ഒരക്രമി സൂക്ഷിപ്പ് സ്വത്തും കൊണ്ട് ഇവന്റെ അടുത്ത് തേടി വന്നു. അല്ലെങ്കിൽ ബിൽ മദ്ലൂം, ഒരു മദ്ലൂമിനെ കൊണ്ട് തേടിയിട്ടാ വരുന്നത്. ഖബഅഹു, ആ മദ്ലൂമിനെ ഇവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മദ്ലൂമിനെ തേടി വന്നു. വജബ അലൈഹി, ഇവന്റെ മേൽ നിർബന്ധമല്ലേ ഇൻകാറുഹു, അവൻ ഇവിടെ ഇല്ലാന്ന് പറയല്. അപ്പൊ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ വെച്ചാൽ ഇല്ലാന്ന് പറഞ്ഞ് നിഷേധിക്കണ്ടേ. അപ്പൊ ജാസലഹു, ഈ വ്യക്തിക്ക് ജായിസാണല്ലോ അൽ അൽഫു അലൈഹി, അത്തരം ഒരു കാര്യത്തിന്റെ മേലില് സത്യം ചെയ്യലോ ഇവിടെ അല്ല സത്യമാണെന്ന് പറയാലോ. വൈദാ ഒക്കിരിഹ അലൽ കെതി, പറയണ കളവെന്ന് പേടിപ്പിച്ച് പറഞ്ഞാലോ വജബ, കളവരെ നിർബന്ധമല്ലേ. അപ്പൊ നിങ്ങൾ പറയുന്നത് അല്ലാഹു തആല അതിനെ തൊട്ട് പരിശുദ്ധനാണ്, അപ്പൊ ആ കളവ് കൊണ്ട് കൽപ്പിക്കലില്ല എന്നല്ലേ. അപ്പൊ അതിൽ വന്നില്ലേ, ഇത് ഷറഅല്ലേ. ഷറയിൽ ഇങ്ങനത്തെ സംഗതിയൊക്കെ വരാലോ, അതിനെന്താ കുഴപ്പം? ഒന്നാ അപ്പൊ ഇവിടെ മിമ്മാലായ തഗയ്യുർ ആയതുകൊണ്ട് നസ്ഖ് പറ്റൂല എന്ന് പറയാൻ പറ്റൂല എന്നായി. അത് മുഅ്തസിലത്തിൽ തർക്കമുണ്ട് അങ്ങനെ വിഷയം. വജബ ലാ നസ്ഖുൽ ഖബരി, ഖബറിനെ നസ്ഖ് ചെയ്യാൻ പറ്റൂല. ഖബർ എന്ന് പറയുമ്പോൾ ഐ മദ്ലൂലിഹി, അതിന്റെ മഅനയെ നസ്ഖ് ചെയ്യാൻ പറ്റുകയില്ല, ലഫ്ളല്ല. അപ്പൊ വലാ യജൂസു, ജായിസാകൂല, വഇൻ കാന മിമ്മാ യതഗയ്യറു, ഈ ഖബർ വ്യത്യാസപ്പെടുന്നതിൽ പെട്ടതാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല, നസ്ഖ് ചെയ്യാൻ പറ്റൂല. മിമ്മാലായ തഗയ്യുർ മാത്രമല്ല മിമ്മായ തഗയ്യുർ ആണെങ്കിലും പറ്റൂല. കാരണം അന്നഹു യൂഹിമുൽ കദിബ, ഇവിടെ കളവിനെ തോന്നിപ്പിക്കും എന്നല്ല, ഐ യൂഖിഉ ഫിൽ വഹ്മി, ഹൃദയത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് പറ്റൂല. ഹൈസു യുഖ്ബിറു ബിശൈഇ, ഒരു വസ്തു കൊണ്ട് വർത്തമാനം പറയുന്നിടത്ത്, സുമ്മ ബിനഖീലി, പിന്നെ അതിന്റെ നേരെ നഖീല കൊണ്ടെടുത്ത് പറയുകയും ചെയ്യാം. ഇങ്ങനെ വരുന്നിടത്ത് ഹൃദയത്തിൽ എന്താണ് കളവാണല്ലേ ഈ പറയുന്നത്, തോന്നിപ്പിക്കും. വദാലിക മുഹാലുൻ അലല്ലാഹി തആല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യം മുഹാലാണല്ലോ. ഇങ്ങനെയാണ് വക്കീല പറയപ്പെടുന്നുണ്ട് ഇവിടെ ഫിൽ മുതഗയ്യിരി, തഗയ്യുറായി വരുന്ന കാര്യത്തിലാണെങ്കിൽ യജൂസു പറ്റും, ഇൻകാന അൻ മുസ്തഖ്ബിലിൻ, ആ ഖബർ വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ തൊട്ടുള്ള വർത്തമാനമാണ് എങ്കിൽ, അതിന്റെ മദ്ലൂല് വരാൻ പോകുന്നൊരു കാര്യത്തിൽ തൊട്ടാണ് എങ്കിൽ തഗയ്യുറുണ്ടോ എന്നാ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ കാരണം, ലിജവാസിൽ മഹവി ലില്ലാഹി തആല ഫീമാ യഖദ്ദിറുഹു, അള്ളാഹു കണക്കാക്കുന്ന ഒരു കാര്യത്തിൽ അള്ളാഹു തആലക്ക് അത് മായ്ച്ചു കളയാമല്ലോ. ഖാല തആല, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു എന്ന് അള്ളാഹ് പറഞ്ഞില്ലേ. അങ്ങനെ പറ്റും ചെയ്യും അള്ളാഹ്ക്ക്. അത് മാത്രമല്ല വൽ ഇഖ്ബാരി ബി തബഇഹി, അങ്ങനെ മഅവിനോട് തുടർന്ന് വരുന്ന സംഗതി ഉണ്ടോ അതുകൊണ്ട് വർത്തമാനം പറയാനും പറ്റും. ബി ഖിലാഫിൽ ഖബരി അൻ മാളിൻ, കഴിഞ്ഞു പോയതിന് തൊട്ടാണ് വർത്തമാനമെങ്കിൽ അത് പറ്റൂല എന്ന. വഅലാ ഹാദൽ ഖൗലി, ഈ പറഞ്ഞ വാക്കിന്റെ മേലിലാണ് അൽ ബൈളാവി ഇമാം ഉള്ളത്. അപ്പൊ തഗയ്യുറാവുകയും അത് മുസ്തഖ്ബിലിനെ തൊട്ടുമാണ് എങ്കിൽ നസ്ഖ് പറ്റും, ഖബറിന്റെ മദ്ലൂലിനെ നസ്ഖ് ചെയ്യാം. വക്കീല, ഇവിടെ പറയപ്പെടുന്ന മറ്റൊരു അഭിപ്രായം യജൂസു അൽ മാളി, മുസ്തഖ്ബിലിനെ തൊട്ട് പറ്റുന്നതുപോലെ തന്നെ മാളിയെ തൊട്ട് പറഞ്ഞാലും ഖബറിന്റെ മദ്ലൂലിനെ നസ്ഖ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്, ജവാസി ഐ യഖൂല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയാൻ പറ്റും, ജായിസാണല്ലോ. ലബിസ നൂഹും വി ഖൗമി അൽഫസന, 1000 വർഷം നൂഹ് നബി തന്റെ ജനതയിൽ താമസിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞു. സുമ്മ യഖൂലു, പിന്നെ അള്ളാഹു തആല ഇങ്ങനെയും പറയാലോ, യഖൂല, പിന്നെ അള്ളാഹു തആല ഇങ്ങനെ പറയാം, ലബിസ അൽഫസനത്തിൻ ഇല്ലാ 50 ആമൻ എന്ന് ഇങ്ങനെയും പറയാലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ എന്ത് പറ്റി, കഴിഞ്ഞു പോയ സംഗതിയെ കുറിച്ചുള്ള ഖബരിയായ ജുംലയാണ് ഇവിടെ ഉള്ളത്. അതിന്റെ മദ്ലൂലിനോട് നസ്ഖ് ചെയ്തല്ലോ, ചെയ്യാലോ.
വഅലാ ഹാദൽ ഖൗലി ഈ പറഞ്ഞ വാക്കിന്റെ മേലാണ് അൽ ഇമാമുർ റാസി വൽ ആമിരിയു ഇവ രണ്ടുപേരും ഉള്ളത്. അപ്പൊ വക അന്നഹു സഖത്ത മിൻ മുബയ്യദത്തിൽ മുസന്നിഫിന്റെ മുബയ്യദയിൽ നിന്ന് ഈ പറഞ്ഞ വാക്ക് വീണുപോയതുണ്ട്. എന്ത്? ലഫ്ളത്തു വക്കീല എന്ന് പറയുന്ന പദം വീണുപോയതുപോലെയുണ്ട്. എന്തിന്റെ ശേഷം ബഅദ യജൂസു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണ വക്കീല എന്നുള്ളതാ. ആ വക്കീല ഇവിടെ വീണുപോയത് പദം കാണുന്നില്ല, അത് വീണുപോയതുപോലെയുണ്ട്. എങ്ങനത്തെ ലഫ്ള്? അല്ലെങ്കിൽ ഖീല അൽ മുഫീദു മാ ഖബലഹ, ഇതിന്റെ മുമ്പ് ഈ ലഫ്ളിന് മുമ്പ് പറഞ്ഞതിനെ മനസ്സിലാക്കി തരുന്ന ഖീലയോ അല്ലെങ്കിൽ ലഫ്ളോ, രണ്ടിലൊന്നിന് സിഫത്താക്കിയിട്ട് വിടാം. ഹീനഹിദിൻ എന്തിന്? ആ സമയത്ത് ഹിക്കായത്തിഹി ആ ഖൗലിനെ ഹിക്കാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അസമയത്ത് അതിന്റെ മുമ്പുള്ള ഏതോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് മനസ്സിലാക്കി തരുന്നത് ബഅദ യജൂസു എന്നതിന്റെ ഖീല ഇവിടെ ഉണ്ടായിരുന്നു, ആ ഖീല പോയി എന്ന് പറഞ്ഞാൽ ആ ലഫ്ളിനെ സുബൂത്താക്കുന്ന സമയത്ത് ബഅദ യജൂസു, അപ്പൊ ഖീല എന്ന് പറയുന്ന ലഫ്ളിനെ സുബൂത്താക്കുന്ന സമയത്ത് അവിടെ ഈ ഖൗലിനെ ഹിക്കായത്ത് ചെയ്യാൻ വേണ്ടി അത് വീട് പോയതുപോലെയുണ്ട് എന്ന് പറഞ്ഞത്. ആ ചർച്ച കഴിഞ്ഞു. യജൂസു അൻ നസ്ഖു ബി ബദലിൻ അസ്ഖല, ഏറ്റവും ഭാരമുള്ള ബദല് കൊണ്ട് ബദലിലേക്ക് നസ്ഖിനെ പറ്റും നീക്കാൻ. വഖാല ബഅദുൽ മുഅ്തസിലത്ത്, ചില മുഅ്തസിലിയാക്കൾ പറഞ്ഞു ലാ പറ്റില്ല. കാരണം ഇത് ലാ മസ്ലഹത ഫിൽ ഇന്തിഖാലി മിൻ സഹ്ലിൻ ഇലാ ഉസ്ർ, എളുപ്പത്തിൽ നിന്ന് ഭാരമുള്ളതിലേക്ക് നീങ്ങുക എന്നുള്ള പരിപാടി ഇവിടെ ഉണ്ട്. അസ്കലാമ ഭാരമാണ്, അത് അതിലേറെ താഴ്ന്നതാണെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പൊ എളുപ്പത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് നീങ്ങുന്നൊരു പരിപാടി ഗുണമില്ലല്ലോ. അതുകൊണ്ട് അസ്കലായ ബദലിലേക്ക് നെസ്ക് നീങ്ങൂല. അങ്ങനെ നെസ്ക് വരിക എന്നുള്ളത് ജായിസാവൂല എന്നർത്ഥം. കൊല്ല നമ്മളൊരു മുഅ്തസിലാക്ക് കൊടുക്കുന്ന മറുപടി ലാ നുസല്ലിമു ദാലിക, ആ സംഗതി നമ്മൾ സമ്മതിക്കൂല. ബഅദ തസ്ലീമി റിആയത്തിൽ മസ്ലഹത്തി, ഇവിടെ മസ്ലഹത്തിനെ സൂക്ഷിച്ചത് സമ്മതിച്ചതിന് ശേഷം തന്നെ നിങ്ങൾ ഈ പറയുന്ന വാദത്തെ നമ്മൾ അംഗീകരിക്കുകയില്ല. വഖദ് വഖാ, എത്തരത്തിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ. ഏതുപോലെയൊക്കെ നസ്ഖ് തഖ്യീർ ബൈന സോമി റമളാന വൽ ഫിദിയത്തി, ഫിദിയ കൊടുക്കണം അല്ലെങ്കിൽ റമളാൻ മാസം നോമ്പ് നോൽക്കുക, ഈ രണ്ട് കാര്യത്തിന്റെ ഇടയിൽ ആദ്യം എന്തുണ്ടായിരുന്നു? ഇഷ്ടാനുസരണം പ്രവർത്തിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനോട് നസ്ഖ് ചെയ്തു. എന്തുകൊണ്ട്? തഅയ്യിനി സൗമി, നോമ്പ് തന്നെ നോൽക്കണം എന്നതുകൊണ്ട്. ഇനി ഫിദിയ വേറെ നോമ്പ് വേറെ ആക്കി. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ, കഴിവുള്ളവർ ഫിദിയ കൊടുക്കണം. പുണ്യമായ റമളാൻ സമാഗതമായ നോമ്പ് നോൽക്കുകയാണെന്ന് വ്യക്തമാക്കിയില്ലേ. അപ്പൊ ഇവിടെ അസ്കലായ അതുകൊണ്ട് എന്ത് ചെയ്തു? എളുപ്പമുള്ളതിനെ നസ്ഖ് ചെയ്തില്ലേ? അസ്കലായത് കൊണ്ട് ചെയ്യാലോ. നസ്ഖ് പറ്റും. ബിലാ ബദൽ, ഇനി ബദൽ ഇല്ലാതെയും പറ്റും. വഖാല ബഅദുൽ മുഅ്തസിലത്തി, ചില മുഅ്തസിലിയാക്കൾ പറഞ്ഞു ലാ ബഅദിനെ ബദലില്ലാതെ പറ്റൂല. കാരണം ഇത് ലാ മസ്ലഹത ഫീ ദാലിക, അത്തരം വിഷയത്തിൽ മസ്ലഹത്ത് ഇല്ലല്ലോ എന്നാ. കൊല്ല നമ്മൾ പറയും ലാ നുസല്ലിമു ദാലിക, അത് നമ്മൾ സമ്മതിക്കൂല എന്ന് മറുപടി തരും. മസ്ലഹത്ത് ഉണ്ട് എന്ന് പറയാം. ലാക്കിൻ, പക്ഷേ ഇങ്ങനെ പറ്റുമെങ്കിലും ലം യഖ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ബദലില്ലാതെ പറ്റും, പക്ഷേ സംഭവിച്ചിട്ടില്ല. വിഫാഖൻ ലിശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യോജിച്ചിട്ടാണ് ഈ പറയുന്നത്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, വഖാ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഏതുപോലെ? കനസ്ഖി വുജൂബി തഖ്ദീമി സ്വദഖത്തി അലാ മുനാജാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ നാജൈതുമുർ റസൂല, നിങ്ങൾ നബിയോട് സംഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ മുനാജാത്തിന്റെ മുമ്പ് ഒരു ധർമ്മം നിങ്ങൾ മുന്തിക്കണം, അത് വുജൂബാണ് എന്നുണ്ട്. ഈ വുജൂബിനോട് നസ്ഖ് ചെയ്തുകളല്ലോ. കാരണം ഇതില്ല ബദല ലി വുജൂബിഹി, എന്നിട്ട് ഈ വുജൂബ് നസ്ഖ് ചെയ്തല്ലോ സംഭവിച്ചിട്ടുണ്ടാ. ഏതാ പറ്റൂല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാ? പറ്റൂല എന്ന് പറഞ്ഞല്ലോ, അതിപ്പോ എങ്ങനെയാ? കാരണം ഇതില്ല ബദല ലി വുജൂബിഹി, ഇതിന്റെ വുജൂബിന് ഇവിടെ പകരമില്ലല്ലോ. വുജൂബിന് പകരമില്ല. വുജൂബിന് പകരമില്ലാതിരിക്കെ ഇവിടെ എന്ത് ചെയ്യുന്ന നസ്ഖ് സംഭവിച്ചല്ലോ എന്ന്. സംഭവിച്ചിട്ടില്ല എന്നല്ല, സംഭവിച്ചു. ഫറജഅൽ അംറു ഇലാ മാ കാന ഖബലഹു, അപ്പൊ നസ്ഖിന്റെ മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അതേ കാര്യം മടങ്ങിയില്ലേ. അത് മിമ്മാദല്ല അലൈഹി ദലീലുൽ ആമു,
പൊതുവെ ഒരു ലക്ഷ്യം അതിന്റെ മേൽ അറിയിക്കുന്നു. അങ്ങനത്തെ ഒന്നിനാൽ ആ ഒന്നിൽ നിന്ന് അതിനു മുമ്പുള്ളതിലേക്ക് കാര്യം മടങ്ങി. അതെന്തിനാലാണ് മിൻ തഹരീമിൽ ഫിഇലി, പ്രവൃത്തിയെ ഹറാമാക്കലാണ് ആ കാര്യം പറഞ്ഞത്. ഇൻകാന വളറത്തൻ, ആ പ്രവൃത്തിയെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹറാമാണ്. അവ ഇബാഹത്തൻ, അല്ലെങ്കിൽ ഹലാല ഇബാഹത്തിൻ ഹലാലാവലിനാൽ. ഇൻകാന മംഫഅത്തൻ, അത് ഉപകാരമുണ്ടെങ്കിൽ ഇബാഹത്തിൽ ലഹു, അതിനെ ഹലാലാക്കാം. ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞു പോയത്. അങ്ങനത്തേലേക്ക് പോയി. കൊല്ല, നമ്മൾ പറയുന്നു ലാ നുസല്ലിമു, നമ്മൾ സമ്മതിക്കൂല. എന്ത്? അന്നഹു ലാ ബദല ലിൽ വുജൂബി, ഇവിടെ വുജൂബിന് ബദലില്ല എന്നല്ല പറഞ്ഞു, ബദലുണ്ട് ഇവിടെ. അത് ശരിയല്ല. കാരണം ബൽ ബദലുഹു, വുജൂബിന്റെ ബദല് അൽ ജവാദു സാദിഖു ഹുന, ഈ പറഞ്ഞിടത്ത് ഇബാഹത്ത് ഇസ്തിഹ്ബാബ്, ഈ രണ്ടിലൊന്നും ഇവിടെ സംഭവിക്കുമല്ലോ, പറയാൻ പറ്റുമല്ലോ. അപ്പൊ വുജൂബ് ബദലുണ്ട് ഇവിടെ. ബദലില്ലാതെ പറ്റുമെങ്കിലും സംഭവിച്ചിട്ടില്ല. അവിടെ സംഭവിച്ചത് നിങ്ങൾ ബദലില്ലാതെ എന്ന് പറഞ്ഞ് ശരിയല്ല, ബദലുണ്ട്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അന്നസ്ഖു, നസ്ഖ് എന്ന് പറയുന്നത് വാഖിഉൻ ഇൻദ കുല്ലിൽ മുസ്ലിമീന, എല്ലാ മുസ്ലിങ്ങളെ അടുക്കലും സംഭവിക്കുന്ന നസ്ഖ്. ഖാലബത്തിൽ യഹൂദു, ജൂതന്മാരെതിരായി. ആ ജൂതന്മാരെ കൂട്ടത്തുനിന്ന് ആരൊഴിവാണ്? ഗൈറുൽ ഈസവിയ്യ, ഈസവിയാക്കൾ ഒഴികെ. ബഅദഹും, ഈസവിയാക്കൾ ചിലർ പറഞ്ഞു ഫിൽ ജവാസി, അത് ജായിസാണ് എന്ന്. ബഅദഹും, ചില ആൾക്കാർ പറഞ്ഞു ജവാസല്ല ഫിൽ വുഖൂഅ, സംഭവിക്കും എന്നതിൽ. വഇതറഫ ബിഹിമ, ജായിസാണെന്നതിലും സംഭവിക്കും എന്ന കാര്യത്തിൽ രണ്ടുകൊണ്ടും സമ്മതിച്ചിരിക്കുന്നു. അൽ ഈസവിയ്യത്തു, ഈസവിയ സമൂഹം. വഹും, ഈസവിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈസാ നബിന്റെ ഖൗമി എന്നല്ല. അസ്ഹാബു അബി ഈസൽ ഇസ്ഫഹാനിഹി അൽ മുഅ്തരിഫൂന ബി ബിഇസത്തി നബിയിന അലൈഹി അഫ്ളലുസ് സ്വലാത്തി വസ്സലാം, മഹാനാ നബിയുടെ നബിയായി നിയോഗിച്ചതുകൊണ്ട് സമ്മതിക്കുന്ന അബു ഈസൽ ഇസ്ഫഹാനി എന്ന് പറയുന്ന ആളുണ്ട്. അവിടെ സംഘക്കാരാണ് ഈസവിയാക്കള്. പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിൽ ലാക്കിൻ ഇലാ ബനി ഇസ്മായിൽ ഖാസത്തൻ വഹുമുൽ അറബ്, അറബിയല്ലേ, അറബികൾ ആര് മാത്രമേ ഉള്ളൂ? ബനി ഇസ്മായിൽ മാത്രമേ ഉള്ളൂ. അതിലേക്ക് ആക്കപ്പെട്ടവരാണ് സമ്മതിക്കുന്നത്. ഇവരാണ് ഈസവിയാക്കൾ. വസമ്മാഹു അബു മുസ്ലിമുൽ ഇസ്ഫഹാനി മിനൽ മുഅ്തസിലത്തി, മുഅ്തസിലി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അബു മുസ്ലിം ഇസ്ഫഹാനി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഈ നസ്ഖിന് പേര് വെച്ചു തഖ്സീസ് എന്ന പേര് വെച്ചത്. കാരണം ലി അന്നഹു, ഇത് ഖസ്റുൽ ഹുക്മി അലാ ബഅദിൽ അസ്മാനി, ചില കാലങ്ങളുടെ മേൽ ഹുക്മിനെ ചുരുക്കലാണ്. ഫഹുവ, അപ്പൊ അത് വരുമ്പോ തഖ്സീസും ഫിൽ അസ്മാനി, ആ കാലങ്ങളിൽ പ്രത്യേകമായി നിൽക്കുന്ന ഒന്നാണ്. ഏതുപോലെ? തഖ്സീസ് ഫിൽ അസ്ഖാസി, വ്യക്തികളിൽ നിന്ന് ചില വ്യക്തിയെ എന്താക്കും? പ്രത്യേകമാക്കി തിരഞ്ഞെടുക്കുക എന്നതുപോലെ ഈ നസ്ഖിന്റെ പേര് തഖ്സീസി എന്നാകുന്നു എന്നാണ്. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഖാലഫ ഫീ വുജൂദിഹി, അങ്ങനെ നസ്ഖ് ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ ഉള്ളതിൽ തർക്കമുണ്ട്, എതിരുണ്ട്. ഹൈസു ലം യദ്കുറുഹു ബിസ്മിഹിൽ മഷ്ഹൂർ, അതിന് ഒരു മഷ്ഹൂറായ പേര് കൊണ്ട് എന്ത് ചെയ്തില്ല? അബു മുസ്ലിം ഇസ്ഫഹാനി എന്ന് പറയുന്ന ആൾ അതിനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത അടുത്ത് ഇതുണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം. ഇങ്ങനെ വരുമ്പോൾ ഫൽ ഖുൽഫുല്ലദി ഹക്കാവുൽ ആമിരിയു വഗൈറുഹു അൻഹു, അബു മുസ്ലിം എന്ന് പറയുന്ന ആളെ തൊട്ട് ആമിരിയും അല്ലാത്തവരും ഹിക്കായത്ത് ചെയ്ത ഒന്ന്, അതെന്തിനാലാണ്? മിൻ നഫീ വഖൂഅഹു, അങ്ങനെ ഒരു നസ്ഖ് സംഭവിക്കൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അത്തരം ഒരു കാര്യം സംഭവം ഖുൽഫ് ലഫ്ളിയുൻ, അത് ലഫ്ളിയ തർക്കമാണ്, ആശയത്തിൽ മാറ്റമില്ല. എന്താ അതങ്ങനെ പറയാൻ കാരണം? ലിമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ ഒന്നിന് വേണ്ടി, മുന്തി കഴിഞ്ഞു പോയതിന് വേണ്ടി. എന്താ മുന്തിയത്? മിൻ തസ്മിയത്തി തഖ്സീസൻ, മൂപ്പര് പേര് വെച്ച തഖ്സീസ് എന്നല്ലേ, അതിനാലാണ് ഇത് ലഫ്ളി എന്ന് പറയുന്നത്. എങ്ങനെ മുന്തി പറഞ്ഞു പോയത്? അല്ലദീ ഫഹിമുൽ മുസന്നിഫു അൻഹു, അബു മുസ്ലിം എന്നവരെ തൊട്ട്, എന്നാളെ തൊട്ട് മുസന്നിഫ് മനസ്സിലാക്കിയെടുത്തതാണ് മുമ്പ് പറഞ്ഞത്. അതുണ്ടായത് കൊണ്ട് ഈ പറയുന്നത്. എങ്ങനത്തെ മുമ്പ്? അൽ മുതല്ലമ്മിനു, അത് ഉൾപ്പെടുത്തുന്നതാണ്. ഇത്റാബിഹി, മൂപ്പര് സമ്മതിക്കുന്നതിനെ, ബിഹി നസ്ഖ് കൊണ്ട് മൂപ്പര് സമ്മതിക്കുന്നുണ്ടല്ലോ, ആ സമ്മതത്തിനെ ഉൾപ്പെടുത്തുന്നതായ ഒരു കാര്യം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുമ്പ് പറയുമ്പോ പിന്നെ ലഫ്ളിയായ ഖുൽഫുണ്ട് എന്നല്ലാതെ ആശയത്തിലൂടെ അഭിപ്രായമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതില്ല യലീഖു ബിഹി ഇൻകാറുഹു, മൂപ്പര് അത് നസ്ഖ് ഇല്ല എന്ന് നിഷേധിക്കാൻ മൂപ്പർക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് എങ്ങനെ ഇൻകാർ ചെയ്യാൻ പറ്റും? ശരീഅത്തുൻ നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖാലിഫത്തുൻ
ഫീ കസീറിൽ ശരീഅത്തി മൻ ഖബലഹു, നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ നിയമങ്ങളോട് അധിക കാര്യങ്ങളിലും നമ്മുടെ നബിയുടെ ശരീഅത്ത് എതിരാണല്ലോ. എന്നിട്ട് പിന്നെ സംഭവിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും മൂപ്പർക്ക്? ഫഹിയ, അപ്പോൾ ഈ ശരീഅത്ത് ഇന്ദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ മുഖയ്യാത്തുൻ ഇലാ മജീ ശരീഅത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് വരുന്നത് വരെ അത് അറ്റമായി നിൽക്കുന്ന ഒന്നാണ്. അവിടേക്ക് അതുവരെ ഉള്ളതാണത്. വക്കഥ, അതുപോലെ തന്നെയാണ് കുല്ലു മൻസൂഖിൻ ഫീഹ, ആ ശരീഅത്ത് നസ്ഖ് ചെയ്യപ്പെടുന്നതൊക്കെ മുഖയ്യൻ ഇന്ദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ എന്താണ്, ഒരു അറ്റമാക്കപ്പെട്ടതായി നിൽക്കുന്ന ഒന്നാണ്. ഫി ഇൽമില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇൽമിൽ ഏതുവരെ, ഇലാ മുറൂദിൻ നാസിഖി, ആ ശരീഅത്തിൽ ആ മൻസൂഖ സംഗതിയെ നസ്ഖ് ചെയ്യുന്ന സംഗതി വരുന്നത് വരെ ഇങ്ങനെയാണ്. ഏതുപോലെ കൽ മുഖയ്യാഫിൽ ലഫ്ളിൽ അറ്റമായി നിൽക്കുന്നത് പോലെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ നശഅ മിൻ ഹുന, ഇവിടെ വെച്ച് മൂപ്പർ ഇവിടെ വെച്ച് ഉണ്ടായി, എന്തുണ്ടായി, തസ്മിയത്തുൻ നസ്ഖ്, നസ്ഖിന് പറ്റുന്നൊരു പേര് തഖ്സീസ് എന്ന് ഉണ്ടായി തീർന്നു. അങ്ങനെയാണ് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. അതവിടെ മനസ്സിലാക്കി വെക്കുക. അതാണ് ആ പറയുന്നത്. പിന്നെന്താ പറയാനുള്ളത്? വസഖ, ശരിയായി വന്നിട്ടുമുണ്ട്, അന്നഹു ലം യുഖാലിഫ് ഫീ വുജൂദിഹി അഹദും മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും ഈ നസ്ഖ് ഉണ്ട് എന്ന കാര്യത്തിൽ എതിരായിട്ടുമില്ല എന്നുള്ളത് ശരിയായി വന്നതുമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞ തർക്കൊക്കെ ലഫ്ളിയായി കൂട്ടിയാൽ മതി. വൽ മുഖ്താറു, ബലപ്പെട്ട അഭിപ്രായം, അന്ന നസ്ഖ ഹുക്മിൽ അസ്ലി, അസ്ലിന്റെ ഹുക്മിനെ നസ്ഖ് ചെയ്യല് ലാ യബ്ഖാ മഅഹു, ആ നസ്ഖോടുകൂടെ ഹുക്മുൽ ഫർഇ, ഫർഇന്റെ ഹുക്മ് അവശേഷിക്കൂല. കാരണം ലിന്ദിബായ് ഇല്ലത്തില്ലത്തി സബത്ത ബിഹ, ഈ ഫർഇന്റെ വിധി ഉണ്ടാവാൻ, എന്തുകൊണ്ടാണോ ഈ ഫർഇന്റെ വിധി സ്ഥിരപ്പെട്ട ഇല്ലത്ത്, അത് ഇല്ലാത്ത കാരണം കൊണ്ട്, ഇല്ലാതെയായത് കൊണ്ട്, ബിന്ദിബായ് ഹുക്മിൽ അസ്ലി, അസ്ല് ഇവിടെ വിധി ഇല്ലല്ലോ, അതിന്റെ വിധി ഇല്ലാതെയാവൽ കൊണ്ട് ഫർഇന് വേണ്ട ഒരു വിധിയുണ്ട്, ആ വിധിക്ക് വേണ്ട ഇല്ലത്തുണ്ട്, ആ ഇല്ലത്തൂടെ ഇല്ലാതെയായില്ലേ. അതാണ് വഖാലത്തിൽ അനഫിയത്തു യബ്ഖ എന്നാ പറയുന്നത്. അനഫിയാക്കൾ പറയുന്നത് ഉണ്ടാവും, അവിടെ ഉണ്ടാവുന്ന. കാരണം അന്നൽ ഖിയാസ്, ഖിയാസ് എന്ന് പറയുന്നത് മുൽഹിർ ലഹു, അതിനെ വെളിവാക്കി തരുന്ന ഒന്നല്ലേ. ലാ മുസ്ബിത്തുൻ, അതിവിടെ സ്ഥിരപ്പെടുത്തുന്ന ഒന്നല്ലല്ലോ, അത് വെളിവാക്കി തരില്ലേ ചെയ്യുന്നത്. അപ്പൊ അവശേഷിക്കും. വസലിമ ഫി ഖൗലിഹി, മുസന്നിഫിന്റെ വാക്കിൽ നിന്ന് മുസന്നിഫ് രക്ഷപ്പെട്ടു. എന്ത്? ലാ യബ്ഖാ എന്ന് പറഞ്ഞു, ആ വാക്കിൽ മുസന്നിഫ് രക്ഷപ്പെട്ടു. എന്തിനെ തൊട്ട്? മിനത്ത് തസമ്മുഹി, പിന്നെ വിശാലതയല്ല തൊട്ട്. എന്തില്? ഫീ ഖൗലി ബഅദിഹിം, ചില ആളുടെ വാക്കിൽ. എന്താ വാക്ക്? നസ്ഖുൽ ലി ഹുക്മിൽ ഫർഇ എന്ന, ഫർഇന്റെ ഹുക്മിനെ നസ്ഖ് ചെയ്യും എന്നാണ് എന്ത് പറഞ്ഞത്? ഹുക്മു അസ്ലിന്റെ ഹുക്മിനെ നസ്ഖ് ചെയ്താൽ ഫർഇന്റെ ഹുക്മിനെ നസ്ഖ് ചെയ്യുന്നു ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ ഒരു പ്രയോഗമുണ്ട്, വിശാലത. അതിനെയും വിട്ട് മുസന്നിഫ് ലാ യബ്ഖാ പറഞ്ഞു. വൽ മുഖ്താറു അന്ന കുല്ല ഹുക്മിൻ ശർഇയ്യൻ, ശർഇയ്യായ എല്ലാ വിധികളും യഖ്ബലു നസ്ഖ, അത് നസ്ഖിനെ സ്വീകരിക്കും. അങ്ങനെ വരുമ്പോൾ യജൂസു നസ്ഖു കുല്ലിൽ അഹ്കാമി, എല്ലാ ഹുക്മുകളും നസ്ഖ് ചെയ്യാൻ പറ്റും. വബഅദിഹ, അതിൽ ചിലതും പറ്റും. അയ്യബഅദിൻകാരത് ഏതായാലും പാടില്ല. എങ്കിൽ വമനഅൽ ഗസാലിയു, ഇവിടെ ഗസാലി ഇമാം പറ്റൂല എന്ന് പറഞ്ഞു. ഏതുപോലെ? കൽ മുഅ്തസിലത്ത്, മുഅ്തസിലത്തും പറഞ്ഞ് പറ്റൂല എന്നാണ്. എന്ത് പറ്റൂല? നസ്ഖ ജമീഇ തകാലിഫി, എല്ലാ തക്ലീഫിനും നസ്ഖ് ചെയ്യാന്നുള്ള പരിപാടി പറ്റൂല. ലി തവഖുഫിൽ ഇൽമി, കാരണം ഇൽമു നിന്നതിന് വേണ്ടി, ബിദാലിക്കൽ മഖ്സൂദി മിൻഹു, അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് എന്തോ അത്തരം കാര്യം കൊണ്ടുള്ളൊരു അറിവ് ഇവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട്? ബിതഖ്ദീരി വഖൂഇഹി, അങ്ങനെ നസ്ഖ് സംഭവിക്കും എന്ന സങ്കല്പം കൊണ്ട് അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന, അഥവാ അങ്ങനത്തെ ഇൽമ് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന, അപ്പൊ നസ്ഖിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഉദ്ദേശിക്കപ്പെടുന്നതായ ഒരു അറിവുണ്ട്. അത്തരം ഒരു അറിവ് ഇവിടെ നിന്നു. എന്തിന്റെ മേൽ തവഖുഫായി?
അലാ മഅരിഫത്തിൻ നസ്ഖി വന്നാസിഖി, നസ്ഖ് ഏത് നാസിഖ് ഏത് അറിയല്ല മേൽ തവഖുഫുണ്ടായി. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇതൊക്കെ തക്ലീഫിന് ചെയ്യാൻ പറ്റും എന്നതിന് തെളിവാക്കിയത്. അപ്പൊ എല്ലാ തക്ലീഫും പറ്റൂല, എല്ലാ തക്ലീഫും പറ്റൂല എന്നാണ് അഭിപ്രായം. അപ്പോ വഹിയ മിന തക്കാലിഫി, അതാണെങ്കിലോ ആ മഅരിഫത്ത് തക്കാലിഫിലാണ് നിൽക്കുന്നത്. അപ്പോലായത്ത അത്താനസൂഹ, അപ്പൊ ആ തക്ലീഫ് നസ്ഖ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല എന്നല്ലേ വരിക. എല്ലാ തക്ലീഫും നസ്ഖ് ചെയ്യാൻ പറ്റൂല എന്ന് പോകുന്നത്. എല്ലാ തക്ലീഫും നസ്ഖ് ചെയ്യാൻ പറ്റാതിരിക്കാൻ കാരണം പറഞ്ഞത് ആ നസ്ഖിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നതായ അതുകൊണ്ടുള്ള അറിവ്, അങ്ങനത്തെ അറിവ് തവഖുഫായത് അവിടെ വഖൂഅ് സങ്കല്പിച്ചുകൊണ്ടുള്ള അറിവുണ്ടല്ലോ, അത് എന്താണ് നസ്ഖ് എന്ത് നാസിഖ് എന്തെന്നറിയണം. ആ മഅരിഫത്ത് കിട്ടുക തക്കാലിഫ് എന്നല്ലേ. അപ്പൊ ആ തക്കാലിഫിന് എങ്ങനെ നസ്ഖ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. കൊല്ല നമ്മൾ പറയും മുസല്ലമു ദാലിക, അത് നമ്മൾ സമ്മതിക്കുക തന്നെ ചെയ്യും. ലാക്കിൻ എങ്കിലും ബി ഹുസൂലിഹ, ഇവൾ മുഴുവനും ഉണ്ടാവൽ കൊണ്ട് എന്തൊക്കെ തക്ലീഫോ ബിഹ, അതുകൊണ്ടുള്ള തക്ലീഫൊക്കെ അറ്റമാകും. അപ്പൊ യസ്ദുഖു അന്നഹു ലം യബ്ഖ തക്ലീഫുൻ, ഇവിടെ തക്ലീഫ് അവശേഷിക്കുന്നില്ല എന്നുള്ളത് സാധിക്കാകും. വഹുവൽ ഖസ്ദു ബിനസ്ഖി ജമീ തക്ലീഫി, എല്ലാ തക്ലീഫുകളും നസ്ഖ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ്. എന്തില്ല, തക്കാലിഫിന്റെ ബഖാ ഇവിടെ ഇല്ല എന്നുള്ളതാണ് എല്ലാ തക്ലീഫ് നസ്ഖ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പൊ പല നിസാഫിൽ മാന, ആശയത്തിൽ തർക്കമില്ല എന്നർത്ഥം. അപ്പൊ മനഅത്തുൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കൾ തടഞ്ഞു നസ്ഖ വുജൂബിൽ മഅരിഫത്തി, ഐ മഅരിഫത്തില്ല, അല്ലാഹു തആലയുടെ അറിവ് വുജൂബ്, അള്ളാഹ് അറിയാൽ വുജൂബാന്ന, ആ വുജൂബിന്റെ നസ്ഖിനെ അവർ പറ്റൂലാന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? ലി അന്നഹ മഅരിഫത്ത് ഇന്ദഹും, അവരുടെ അടുക്കൽ ഹസനത്തുൻ ലിദാത്തിഹ, അത് ആ മഅരിഫത്തിന്റെ ദാത്തിൽ തന്നെ ഹസനാണെന്ന. അപ്പൊ ലാ തതഗയ്യറു, അത് വ്യത്യാസം സംഭവിക്കുകയില്ല. ബി തഗയ്യുരി സമാൻ, കാലങ്ങൾ മാറി വരൽ കൊണ്ട് അതിന് മാറ്റം സംഭവിക്കില്ല. അപ്പൊ വലാ യഖ്ബലു ഹുക്മുഹൻ നസ്ഖ, അപ്പോൾ എന്തെങ്കിലും മഅരിഫത്തിന്റെ വിധി എന്തിനെ സ്വീകരിക്കൂല? നസ്ഖിനെ സ്വീകരിക്കൂല എന്നതാണ്. നമ്മൾ പറയുന്നത് അൽ ഹസനു ദാത്തിയു ബാത്തിലുൻ, അത് മഅരിഫത്തിന്റെ ദാത്തിന് ഹസനാണെന്നുള്ള വാദമല്ലേ, അത് ബാത്തിലാണ് എന്നപ്പോ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായി? വാദം പൊളിഞ്ഞു. വൽ ഇജ്മാഉ അലാ അദ്മിൽ വഖൂഇ ലിമാ ദുകിറ മിൻ നസ്ഖി ജമീഇ തകാലിഫി വ വുജൂബിൽ മഅരിഫത്തി, അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ വുജൂബിനെയും എല്ലാ തക്ലീഫുകളെയും നസ്ഖ് ചെയ്യുക എന്ന് പറയപ്പെട്ടത്. അങ്ങനെ പറയപ്പെട്ടത് സംഭവിച്ചിട്ടില്ല എന്നതിന്റെ മേലെ ഇജ്മാ, സംഭവിച്ചിട്ടില്ല എന്ന് ഇജ്മാഅാണ്, ജവാസിന് കുഴപ്പമില്ല. വൽ മുഖ്താറു, ബലപ്പെട്ട അഭിപ്രായം, അന്ന നാസിഖ ഖബ്ല തബ്ലീഗിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഉമ്മത്ത, നബി തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കാര്യം സമുദായത്തിന് നബി തങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള നാസിഖ് ലാ യസ്ബുതു ഫി ഹഖിഹിം, അവരുടെ ഹഖിൽ എന്താവൂല, അത് സ്ഥിരമാവൂല. കാരണം ലി അദമി ഇൽമിഹിം ബിഹി, ആ നാസിഖ് കൊണ്ട് ഇവർക്ക് അറിവില്ലല്ലോ, അതുകൊണ്ട് സ്ഥിരപ്പെടൂല. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട്, യസ്ബുതു, സ്ഥിരമാവും. എങ്ങനെ? ബി മഅൽ ഇസ്തിഖ്റാരി ഫി ദിമ്മത്തി, ഉത്തരവാദിത്തത്തിൽ അതിനെ ഉറക്കുക എന്ന അർത്ഥം കൊണ്ട് സ്ഥിരപ്പെടും. ലാൽ ഇംതിസാലി, വഴങ്ങുക എന്ന അർത്ഥം കൊണ്ടല്ല. അതിന്റെ ഉദാഹരണം നായിമി വക്തസലാത്തി, നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങുന്നവനെ പോലെ എന്നതാ. ഇങ്ങനെയാണ്. അപ്പൊ എന്തായി? ഇംതിസാല് എന്ന അർത്ഥത്തിലല്ല, ഉത്തരവാദിത്തത്തിൽ അതുണ്ടല്ലോ, ഉറച്ചു എന്ന നിലപാട് സംഭവിക്കും. وبعد التبليغ يثبت في حق من بلغه ومن لم يبلغه ممن تمكن من علمه, എന്നാൽ തബ്ലീഗ് ഉണ്ടായി എങ്കിൽ അത് എത്തിയവന്റെയും പഠിക്കാൻ കഴിവുണ്ടായിരിക്കെ എന്നിട്ട് അവൻ എത്തിയതുമില്ല, പഠിക്കാൻ സൗകര്യമുണ്ട്, അങ്ങനെ അവൻ എത്തിയിട്ടുമില്ല, ചില എത്തിയും ചെയ്തു. ഈ രണ്ട് വിഭാഗത്തിന്റെ ഹഖിൽ
നാസിഖ് സ്ഥിരപ്പെടും. ഫൈലം യതമക്കൻ പഠിക്കാൻ സൗകര്യമല്ല, എന്നാലോ തബരീവുമല്ല, പഠിക്കാൻ സൗകര്യമല്ല, എന്നാ പിന്നെ അവിടെ അഭിപ്രായങ്ങളുണ്ട് എന്നർത്ഥം. അവിടെ ഖിലാഫുകൾ വരും. ഖിലാഫ് അനുസരിച്ച് കൊണ്ടായിരിക്കും ഇതിനവിടെ സംസാരിക്കേണ്ടി വരിക എന്നർത്ഥം. അമ്മ സിയാദത്തു അലൻ നസി, നസിനേക്കാൾ കൂടുതലായി വരുന്നത് കസിയാത്ത് റക്കാത്ത് കൂടുതലാകുക, ഔ റുക്കൂൻ അല്ലെങ്കിൽ റുക്കു കൂടുതലാകുക, അല്ലെങ്കിൽ ലൗ സിഫത്ത് കൂടുതലാവുക, ബി റഖബത്തിൽ കഫാറത്തി കഫാറത്തിന് തെറ്റ് ചെയ്ത കഫാറത്ത് കൊടുക്കണ്ട്, അതിന്റെ അടിമയെ കുറിച്ച് പറഞ്ഞ സിഫത്ത് കൂടുതലാവുക. സിഫത്ത് ഏതുപോലെക്കൽ ഈമാൻ പോലെ, അല്ലെങ്കിൽ ജൽദാത്ത് ഫി ജിൽദി ഹജ്ജ്, ഹദ്ദടിക്കണ്ട ജിൽദില് കുറെ ജൽദാത്ത് ഉണ്ടായിക്കൂടാ. ഇങ്ങനെ സിയാദത്ത് വരിക നസിനേക്കാൾ. ഈ സിയാദത്ത് ഫലൈസത്ത് ബിനസ്ഖിൻ ലിൽ മസീദി അലൈഹി, നസ്നെ നസ്ഖ് ചെയ്ത് നോക്കുക. എന്നാ ആ നസ്സിനെ നസ്ഖ് ചെയ്തുകൊണ്ട് ഈ സിയാദത്ത് നസ്സുമായി ബന്ധപ്പെട്ടതല്ല എന്നതാണ് മുഖ്താർ വെക്കുക. പക്ഷെ ഇവിടെ അഭിപ്രായമുണ്ട്. ഖിലാഫൻ ലിൽ മുഅ്തസിലത്തി ലിൽ അനഫിയത്തി, അനഫിക്കാർക്കെതിരെ പോലെ പറയുന്നത് ഫീ ഖൗലിഹിം അവരുടെ വാക്കിൽ അന്നഹ സിയാദത്ത് നസ്ഖ് ചെയ്യും. അപ്പൊ സിയാദത്ത് നസ്ഖ് ചെയ്യുന്നവർ പറയുന്നത് വമസാറുഹു അയൽ മഹല്ലില്ലദീ സാറ മിൻഹുൽ ഖിലാഫ്. ഇനി ഇൻഷാ അല്ലാഹ് മസാറ് മുതൽ നമുക്ക് നാളെ ചർച്ച ആരംഭിക്കാം. ഈ ചർച്ച അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, റഹ്മത്തും ബർക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തെറ്റുകുറ്റം അല്ലാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.